ദൈവമേ, കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാത്തിക്കോരാവിവൻ തോണി നിൻപദം. 553 നമ്പർ പാവുക്കര മാന്നാർ യൂണിയനിലെ ഈ ശാഖയോടനുബന്ധിച്ചിട്ടുള്ള ഗുരുദേവ ശാരദാദേവി ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ കൺവെൻഷനുമായി നടക്കുന്നതിൻ്റെ 8ാം ദിവസമായ ഇന്ന് ഇപ്രകാരം ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. സമാധിനായ ശാഖാ പ്രസിഡന്റ് ശ്രീ സതീശൻ മുന്നേറ്റ്, സെക്രട്ടറി ശ്രീ PN രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീ KK കുട്ടപ്പൻ, മറ്റ് ഭാരവാഹികൾ, സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ, ഒപ്പം ഗുരുപദൻ TVയുടെ അനീഷും അമ്പിളിയും. ഗുരുപദം TVയിലൂടെ ഗുരുദേവ ദർശനങ്ങൾ പല വേദികളിൽ പറഞ്ഞത് ലോകമൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആര് വിളിച്ചാലും ഏത് ശാഖയിൽ ചെന്നാലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഗുരുപദൻ TVയിലെ എൻ്റെ പ്രഭാഷണം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈയിടെ ഡൽഹിയിലെ യൂണിയനിൽ പോയി അവിടെയും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗുരുപദൻ TV. കുവൈറ്റിൽ പോയി അനീഷുമായിട്ടാണ് ബന്ധപ്പെട്ടവർ ഡേറ്റ് വാങ്ങിച്ചത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ദർശനം എത്തിക്കാനുള്ളൊരു വലിയ സംരംഭമായി നമ്മുടെ ഗുരുപദൻ TV മാറി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിശ്വഗുരുവായ യുഗപുരുഷൻ എന്നതാണ് നമ്മളിവിടെ വച്ചിരിക്കുന്ന വിഷയം. യുഗപുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു യുഗത്തിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു മഹാത്മാവ് എന്നുള്ളതാണ്. അത് രണ്ടർത്ഥത്തിലും വരുന്നുണ്ട്. നമ്മുടെ പൗരാണികമായ തത്വസംഹിതകൾ അനുസരിച്ച് ഭഗവത്ഗീത പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായം സംഭവാമി യുഗേ യുഗേ. അതനുസരിച്ചും ഗുരുദേവൻ യുഗപുരുഷനാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, ധർമ്മത്തിന് ഏതെല്ലാം കാലഘട്ടത്തിൽ ഗ്ലാനി ഉണ്ടാകുമോ ആ സമയത്തെല്ലാം പരിത്രാണായ സാധൂനാം, സാധുക്കളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ സദാചാരം അനുഷ്ഠിക്കുന്നവരാണ് സാധുക്കൾ. ആ ശ്ലോകത്തിൻ്റെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം പറയാൻ നിന്നാൽ അത് അങ്ങനെ കടന്നു പോകും, ഗുരുദേവനിലേക്ക് വരാൻ താമസം വരും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ശ്ലോകം വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. സാധു എന്താണെന്ന് വളരെ ഡീപ്പായി പഠിക്കാനുണ്ടായ ഭാഗ്യമാണ് ഭഗവത്ഗീതയിലേക്ക് എന്നെ അടുപ്പിക്കാൻ ഇടയായത്. 972 എനിക്ക് സംസ്കൃത ഭാഷയുമായോ ഭാരതീയ പുരാണങ്ങളുമായോ ഭഗവത്ഗീതയുമായോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത കാലഘട്ടത്തിൽ യാദൃച്ഛികമായി സ്വാമി ചിന്മയാനന്ദജിയുടെ ഗീതാജ്ഞാന യജ്ഞം കേൾക്കാൻ ഇടയായി. അവിടെ നിന്നാണ് ഈ സംസ്കൃതവും ഭഗവത്ഗീതയും പുരാണങ്ങളും പഠിക്കാനുള്ള താല്പര്യമല്ല ആസക്തി ഉണ്ടായത്. അതിലാദ്യം ഞാൻ കേട്ട വ്യാഖ്യാനവും ഈ പറഞ്ഞ ശ്ലോകമാണ്, പരിത്രാണായ സാധൂന. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ പോവുകയായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് സന്ധ്യാസമയത്ത്. 972 ഓവർ ബ്രിഡ്ജിൻ്റെ അതിലേ അല്ലാതെ മാഞ്ഞാലിക്കുളത്തോടൊരു ഷോർട്ട് കട്ടുണ്ട് തമ്പാനൂർ ഇറങ്ങാൻ. അതിലിങ്ങനെ വരുന്ന സമയത്ത് മാഞ്ഞാലിക്കുളം നികത്തി വലിയ ഗ്രൗണ്ടാക്കി. അവിടെ എന്തോ വലിയ സമ്മേളനം നടക്കുന്നു, പന്തലും കാര്യമൊക്കെ ഉണ്ട്. അന്ന് വാഹനങ്ങൾ തീരെ കുറവാണ്. അംബാസഡറും വിയറ്റൊന്നും ഇറങ്ങുന്നതിന് മുമ്പാണ്. സ്റ്റാൻഡേർഡ് 10, മോറിസ് മൈനർ, ഇതൊക്കെയാണ് അന്നത്തെ വണ്ടി. എന്നിട്ട് പോലും ധാരാളം വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ എന്നെ ആകർഷിച്ചത് ആ ഇംഗ്ലീഷ് ഭാഷയാണ്. ആരാ പ്രസംഗിക്കുന്നതോ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ മൈക്കിൽ കൂടെ ഇംഗ്ലീഷ് ഇങ്ങനെ അടിച്ച് തകർക്കുകയാണ്. കോണ്ടംപ്ലേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആൻഡ് ഡിവൈൻ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് തകർക്കുന്നു.
ആരാപ്പാ ഈ ഇംഗ്ലീഷ് പറയുന്നറിയാൻ പന്തലിൻ്റെ പിറകുവശത്ത് നിന്ന് എത്തി നോക്കി. അപ്പോൾ ഒരു മെല്ലിച്ച മനുഷ്യൻ ഒരു കാഷായ വസ്ത്രമുടുത്ത് ഒന്ന് തോളിൽ കൂടെയും ഇട്ട് നെഞ്ചറ്റം താടി വളർത്തി ഗിൽറ്റുള്ള കണ്ണടയൊക്കെ വെച്ച് എങ്ങനെ സംസാരിക്കാം. സ്വാമി ചിന്മയാനന്ദജിയാണ്. MA ലിറ്ററേച്ചർ, പിന്നെ MA ആണ് ജേർണലിസം, MA ജേർണലിസം. MA കഴിഞ്ഞ് ഹെറാൾഡ് പത്രത്തിൻ്റെ ലേഖകനായിരുന്ന ചിന്മയൻ അന്ന് പൂതമ്പള്ളി ബാലൻമേനോനായിരുന്നു ഹിമാലയത്തിൽ പോയതും സന്യാസിമാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ക്ഷണിക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഹെറാൾഡ് പത്രത്തിൻ്റെ ലെറ്റർ പാഡും പേനയും ഹിമാലയത്തിൽ ഉപേക്ഷിച്ച് ചിന്മയാനന്ദജിയായി ഇറങ്ങി വരിക. അദ്ദേഹം ഗീതാ ജ്ഞാനയജ്ഞം തുടങ്ങുകയാണ്. ആദ്യത്തെ യജ്ഞമാണ്, ആദ്യത്തെ യജ്ഞമാണ്. അപ്പോൾ ഇംഗ്ലീഷിലൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ നേരത്തെ ചൊല്ലിയ ശ്ലോകമാണ്, പരിത്രാണായ സാധൂനാം. ആരാണ് ഈ സാധു എന്നാണ് അവതരിപ്പിക്കുന്നത്. അതുവരെ എൻ്റെ വിചാരം സാധുക്കളെന്ന് പറഞ്ഞാൽ പെരകെട്ടിമേയാൻ നിർവാഹമില്ലാത്തവർ, കീറിപ്പറഞ്ഞ ഉള്ളവർ, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, ഇവരൊക്കെ സാധുക്കളെന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് അവതരിപ്പിക്കുന്നു, സദാചാരം അനുഷ്ഠിക്കുന്നവരാണ് സാധുക്കൾ, അവരെ രക്ഷിക്കാനാണ് ഭഗവാൻ വരാം എന്ന് പറഞ്ഞത്. അല്ലാതെ പട്ടിണി കിടക്കുന്നവരെയും ചേരി നിർമ്മാർജ്ജനത്തിനുമൊക്കെ വന്നിരുന്ന ഈ തിരുവനന്തപുരത്തും ബോംബെയിലുമൊക്കെ ഇത്രയും ചേരി ഉണ്ടാവത്തില്ലല്ലോ. പരിത്രാണായ സാധൂനാം എന്നത്, സാധുക്കൾ എന്ന് പറയുന്നത് ഈ ധനമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് സദാചാരം അനുഷ്ഠിക്കുന്നവരാണ് സാധുക്കൾ. അവരെ രക്ഷിക്കാൻ വേണ്ടിയും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയും ഓരോ യുഗങ്ങളിലും ഞാൻ അവതാരമെടുക്കുമെന്ന് പറയുമ്പോൾ കലിയുഗത്തിൽ സദാചാരം അനുഷ്ഠിക്കുന്നവരെ അതിൽ നിന്നെല്ലാം പിന്തള്ളി അടിച്ചമർത്തി മനുഷ്യൻ, സാംബശിവൻ കഥാപ്രസംഗത്തിൽ പറയുന്ന പോലെ, മണ്ണിൽ കരി വലിക്കും മാടിൻ്റെ പിറകിൽ മറ്റൊരു മാടായിരുന്നു ഞാൻ. മാടുകളെക്കാൾ കഷ്ടമായ രീതിയിൽ മനുഷ്യനെ അടിച്ചമർത്തി ഭാരതത്തിൻ്റെ ധാർമ്മികത മുഴുവൻ തകർത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നും മോചിപ്പിച്ച് പരിഷ്കരിക്കാൻ ഒരു അവതാര പുരുഷൻ വരണം. അത് ശ്രീനാരായണ ഗുരുദേവന് കലിയുഗത്തിൻ്റെ അവതാരമാണ്. അതല്ലേ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ടൊരു നിറമുണ്ട്. 14-ാം തീയതി വിഷു ആയിരുന്നു. ആ വിഷുവിൻ്റെ അന്ന് നമ്മൾ കണിയൊരുക്കി ഓട്ടുരുളിയിൽ അരിയും കാർഷിക വിഭവങ്ങളും കണ്ണാടിയും ഒക്കെ വെച്ചിട്ട് ആ കണി ഒരുക്കാൻ വെക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. ഒരേ ഒരു ദേവൻ്റെ വിഗ്രഹമാണ്. ആരുടെ വിഗ്രഹമാണ്? ആരുടെയാ? ശ്രീകൃഷ്ണൻ്റെ. ആ കണ്ണാടിയുടെ മുകളിൽ നമ്മളൊരു കുറേ പൂക്കൾ വെച്ചിരുന്നു. എന്ത് പൂക്കളാണ്? കണിക്കൊന്ന പൂക്കൾ. എന്താ പൂക്കളുടെ നിറം? കണിക്കൊന്ന പൂവിൻ്റെ നിറമെന്താ? അതാണ് വിഷയം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മണിക്കുഴലൂതിക്കൊണ്ടും, അടുത്ത വരി നിങ്ങൾ പാടണം, മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും. ഉണ്ടോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ട നിറമായിരുന്നു മഞ്ഞ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും ഇഷ്ടപ്പെട്ട നിറമായിരുന്നു മഞ്ഞ. ഇനി ഈ രണ്ട് ജീവിതങ്ങളും തമ്മിൽ ഒട്ടേറെ സാമ്യമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ ഒരിക്കലേ കരഞ്ഞിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരുദേവനും ജീവിതത്തിൽ ഒരിക്കലേ കരഞ്ഞിട്ടുള്ളൂ. ജനിച്ചു വീണപ്പോൾ പോലും ഗുരുദേവൻ കരഞ്ഞിട്ടില്ല. ജനിക്കുമ്പോൾ കരയണം, കരയാത്ത കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ലെന്നാണ് മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. കരഞ്ഞു കഴിയുമ്പോഴാണ് ഏങ്ങുന്നത്, ഏങ്ങുമ്പോഴാണ് ആദ്യത്തെ ശ്വാസം ഉള്ളിൽ കിടക്കുന്നത്. ആദ്യത്തെ ശ്വാസം ഉള്ളിൽ കിടക്കുമ്പോഴാണ് അത്ഭുതകരമായൊരു സംഭവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ നടുഭിത്തിയിലൂടെ ശുദ്ധാശുദ്ധ രക്തങ്ങൾ ഒന്നിച്ച് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഫൊറാമിൻ ഒവൈൽ എന്നൊരു വാൽവുണ്ട്. ജനിച്ചു വീണ് ശ്വാസമെടുത്താൽ പിന്നെ ഓക്സിജൻ കടന്നു.
പിന്നെ ശുദ്ധരക്തം വേറെ അശുദ്ധരക്തം വേറെ പമ്പ് ചെയ്യണം. അപ്പോൾ ഈ വാൽവിൻ്റെ ആവശ്യം ഇല്ല. ആദ്യത്തെ ശ്വാസം എടുക്കുന്നതോടുകൂടി ഫൊറാമിൻ ഒവൈൽ എന്ന വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ഒരു ഹാർട്ടിലെങ്കിൽ മെഷീനും വേണ്ട, ഒരു ഓക്സിജനും കൊടുക്കണ്ട, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണ്ട, ഡോക്ടർമാരും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വാൽവ് അടയുകയാണ് ആദ്യത്തെ ശ്വാസത്തിലൂടെ. വിധാതാവിൻ്റെ വലിയ ശക്തി തിരിച്ചറിയുന്ന ഒരു രംഗമാണ് ഈ കുഞ്ഞ് കരയുന്നത്. അത് ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടോ? ഇപ്പം നമ്മളിൽ പലരും വിചാരിക്കുക നമ്മളൊക്കെ കരഞ്ഞു കാണുമോ? എല്ലാം കിള്ളേന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലേ ജീവിച്ചിരിക്കൂല. കരഞ്ഞേ പറ്റൂ. പക്ഷേ ശാസ്ത്രത്തിന് പോലും അത്ഭുതകരമായ സംഭവമാണ്, ഗുരുദേവൻ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല. മൂത്തത് 3 സഹോദരിമാരാണ് ഗുരുദേവന്. ദേവിയും കൊച്ചുവും മാതയും 3 സഹോദരിമാരാണ്. 4ാമത്തെ പുരുഷനായിട്ടാണ് ഗുരുദേവൻ ജനിക്കുന്നത്. ഗുരുദേവന് മൂത്തതെല്ലാം സഹോദരിമാർ. ഗുരുദേവൻ ജനിച്ചതിനു ശേഷം പിന്നെ മക്കളുണ്ടായിട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മൂത്തതെല്ലാം സഹോദരിമാർ. എല്ലാത്തിനെയും കംസൻ കാലേ പിടിച്ച് തറയിലടിച്ച് കൊന്നു. നേരെ മൂത്ത സഹോദരിയെ പിടിച്ച് കാലേ പിടിച്ച് അടിക്കാൻ തുടങ്ങിയപ്പോൾ അതങ്ങ് ഉയർന്നു. ആകാശത്തിൽ നിന്ന് പറഞ്ഞു, ഹരേ ദുരാചാര നൃശംസ ഹംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. അടുത്ത് ജനിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പിന്നെ സന്താനമില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെയാണ്. മൂത്തത് 3 സഹോദരിമാരാണ്. ഗുരുദേവന് ശേഷം പിന്നെ മക്കളില്ല. കാരണം മഹാപ്രഭാവവും വീര്യവുമുള്ളവർ ശയിച്ച ഉദരത്തിൽ മറ്റൊരാൾക്ക് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണന് ശേഷവും സന്താനമില്ല, ഗുരുദേവന് ശേഷവും സന്താനമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ കരഞ്ഞോ? ഇല്ല, ചിരിച്ചുകൊണ്ടാണ് വന്നത്. ഗുരുദേവൻ ജനിച്ചപ്പോൾ കരഞ്ഞോ? ഇല്ല, കരഞ്ഞില്ല. അപ്പോഴാണ് വൈകുന്നേരം മുതൽ കുട്ടിയമ്മയ്ക്ക് പ്രസവവേദന തുടങ്ങി. മാടനാശൻ വയൽവാരം വീട്ടിൻ്റെ മുന്നിലൂടെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പാങ്കാലമായപ്പം പ്രസവം കഴിഞ്ഞപ്പോൾ വയറ്റാട്ടി സ്ത്രീ വന്ന് പറഞ്ഞു, മാടനാശാനോട് പറഞ്ഞു, കുട്ടിയമ്മ പ്രസവിച്ചു. പക്ഷേ കുട്ടിയമ്മ പ്രസവിച്ചു ആൺകുഞ്ഞാണ്. മാടനാശാന് സന്തോഷമായി. പ്രസവം കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനമാണ്. 3 പെൺമക്കൾക്ക് ശേഷം ഒരു മകൻ വന്നതിൽ സന്തോഷം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല. ആണായാലും പെണ്ണായാലും മക്കൾ ജനിച്ചാൽ നമ്മൾ സന്തോഷിച്ചാൽ മതി. പെണ്ണിനോടുള്ള അവഗണന ജനിച്ച് വീഴുമ്പം മുതൽ കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ആ വാർത്ത കേട്ടാൽ നമ്മൾ ആദ്യം എന്ത് ചോദിക്കും? കുട്ടി ആണോ പെണ്ണോ? എല്ലാവരും ചോദിക്കുക എങ്ങനെയാ? കുട്ടി ആണോ പെണ്ണോ? പക്ഷേ ഞാൻ ചോദിക്കുക അങ്ങനെ അല്ല, കുട്ടി പെണ്ണോ ആണോ എന്നേ ചോദിക്കാറുള്ളൂ. അവിടെ തുടങ്ങുകയാണ് അവജ്ഞ. ജനിച്ച് വീഴുമ്പോഴേ ചോദിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്നാ. ഇനി മേലാൽ അങ്ങനെ ചോദിക്കരുത്, കുട്ടി പെണ്ണോ ആണോ എന്ന് ചോദിച്ചാൽ മതി. അവഗണന അവിടെ മുതൽ തുടങ്ങുകയാണ്. ജനിച്ച് വീണാൽ തന്നെ ചോദിക്കുന്നത് ആണോ പെണ്ണോ എന്നാ. പിന്നെ എല്ലാ കാര്യത്തിലും ആണിനാണ് പ്രാമുഖ്യം, പെണ്ണിനെ എവിടെയും അവഗണിക്കുകയാണ്. ഞാൻ വനിതാ കമ്മീഷൻ്റെ കൗൺസിലറാണ്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഇപ്പം പറയുന്നില്ല. ജെൻഡർ ജസ്റ്റിസൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇത്. പെണ്ണും ആണും എല്ലാം രണ്ടായി സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പാണ്. ശക്തി പുരുഷനോ സ്ത്രീക്കോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പുരുഷനാ ശക്തി എന്ന്. അല്ല, മസിൽ പവറാണ് ശക്തിയുടെ ആധാരമെങ്കിൽ പുരുഷനാണ്. ധാർമ്മികതയാണ് ശക്തിയുടെ ആധാരമെങ്കിൽ പെണ്ണാണ് 1000 മടങ്ങ് ശക്ത. അവൾക്കുള്ളതുപോലെ ധാർമ്മിക നീതിയും ബോധവും ഭക്തിയും എല്ലാം സ്നേഹവും എല്ലാം ഒരു പെണ്ണിനാണ് കൂടുതൽ പുരുഷനേക്കാൾ. അവിടെ മുതൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് മാടനാശാൻ ആൺകുട്ടി എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം മൂത്തത് 3 പെണ്ണാണല്ലോ. ഗുരുദേവനും ഞാനും ആ കാര്യത്തിൽ തുല്യമാണ്. എനിക്ക് മൂത്തത് 3 സഹോദരിമാർ. സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ജനിച്ചത് ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ മാടനാശാന് സന്തോഷമായി. വയറ്റാട്ടി ഉടനെ പറഞ്ഞു, പറയാൻ സങ്കടമുണ്ടേ. എന്താ സങ്കടം? ആൺകുട്ടിയാണെങ്കിലും ചാപിള്ളയാണ്, മരിച്ച കുഞ്ഞാ ജനിച്ചതെന്ന് പറഞ്ഞു. എന്താ കാര്യം? കുഞ്ഞ് കരയുന്നില്ല, ചലനമില്ല, അനങ്ങാതെ കിടക്കുകയാണ്, ചലിക്കുന്നില്ല. കാരണം ഗുരുദേവൻ ജനിച്ചു വീഴുമ്പോൾ കരയാൻ പറ്റില്ല. കാരണം ജന്മനാ സന്യാസിയാണ്, ബോൺ സൈൻ്റെ. ഭാരതത്തിൽ അങ്ങനെ ഒരു സന്യാസിയേ ഉള്ളൂ.
നമ്മൾ ഒരുപാട് ഋഷിമാരുടെ സന്യാസിമാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഒരു പേര്, ദീക്ഷ സ്വീകരിച്ചപ്പോൾ മറ്റൊരു പേര്. വിശ്വാമിത്രനായാലും ജദൂകർണനായാലും ഭേളനായാലും ഭരദ്വാജനായാലും കണ്വനായാലും ദുർവാസാവായാലും അവർക്ക് പൂർവാശ്രമത്തിൽ വേറെ പേരുണ്ടായിരുന്നു. ആ പേരുകൾ രേഖപ്പെടുത്തിയ ഒരു സംസ്കൃത ഗ്രന്ഥം എൻ്റെ കയ്യിൽ ഉണ്ട്. അവരുടെ എല്ലാം പൂർവാശ്രമത്തിലെ പേരെനിക്ക് അറിയാം, പക്ഷേ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം മഹർഷിമാരുടെ പേരുകൾ പൂർവാശ്രമം തേടിപ്പോകാൻ പാടില്ല. നദിയുടെ ഉത്ഭവവും മഹാത്മാരുടെ ജനനവും അന്വേഷിച്ചു പോകരുതെന്ന് പ്രമാണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പരസ്യമായി പറയില്ല. എന്നാൽ നമുക്കെല്ലാം സുവിദിതമായി അറിയാവുന്ന ചില പേരുകൾ പറയാം. സ്വാമി വിവേകാനന്ദൻ, പൂർവാശ്രമത്തിലെ പേര് നമുക്കെല്ലാം അറിയാം, നരേന്ദ്രൻ. ചട്ടമ്പിസ്വാമി തിരുവടികൾ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികത്തിനാന്ന് തോന്നുന്നു. കഴിഞ്ഞ ഏപ്രിൽ 26 പന്മന പ്രസംഗിക്കാൻ പോയിരുന്നു. ഇനി അടുത്ത കൊല്ലം വിളിച്ചിട്ടുണ്ട്. ചട്ടമ്പിസ്വാമി തിരുവടികൾ, പൂർവാശ്രമത്തിലെ പേരെന്താണ്? കുഞ്ഞമ്പിള്ള. കുഞ്ഞമ്പിള്ള എന്നാണ്. ഭാരതീയ തത്വശാസ്ത്രങ്ങളിലേക്കും ഭഗവത്ഗീതയിലേക്കും എന്നെ ആകർഷിച്ച എൻ്റെ മഹാഗുരു ചിന്മയാനന്ദ സ്വാമി, സ്വാമി ചിന്മയാനന്ദജി, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് പൂതമ്പള്ളി ബാലൻ മേനോൻ. ഇങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ എല്ലാ സന്യാസിമാർക്കും ഋഷിമാർക്കും എല്ലാം പൂർവാശ്രമത്തിലൊരു പേര്, ദീക്ഷ സ്വീകരിച്ചപ്പോൾ ഒരു പേര്. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചപ്പോഴും ശ്രീനാരായണൻ, അവധൂതനായി നടന്നപ്പോഴും ശ്രീനാരായണൻ, സന്യാസിയായി തപസ്സിന് പോയപ്പോഴും ശ്രീനാരായണൻ, സമാധിയായപ്പോഴും ശ്രീനാരായണൻ. എവിടെങ്കിലും ദീക്ഷ സ്വീകരിച്ചതായിട്ട് എവിടെങ്കിലും ഒരു ചരിത്രം കാണുന്നുണ്ടോ? ഇല്ല. ദീക്ഷ സ്വീകരിച്ചില്ല, പിന്നെങ്ങനെ സന്യാസിയായി? ജന്മനാ സന്യാസിയാണ്, ബോൺ സെയിൻ്റാണ്. അതുകൊണ്ടാണ് സംഭവാമി യുഗേ യുഗേ. 20ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സംഭവിക്കേണ്ടുന്ന യുഗപുരുഷനായിരുന്നു. അതുകൊണ്ട് ജന്മനാ സന്യാസിയായതുകൊണ്ട് സന്യാസിയുടെ സവിശേഷത ഭഗവത്ഗീത അവതരിപ്പിക്കുന്നു. അർജുനനോട് ഭഗവാൻ പറയുന്നു, സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത യോഗമുക്തോ മുനിർബ്രഹ്മ നചിരേണ അധിഗച്ഛതി. യോഗമുക്തി നേടിയ ആളാണ് സന്യാസി. ഭഗവാൻ പറഞ്ഞു, യോഗമുക്തി നേടിയ ആളാണ് സന്യാസി. യോഗമുക്തിയെ നേടണമെങ്കിൽ എന്തു വേണം? ആ സന്യാസം സ്വീകരിക്കുന്ന യോഗമുക്തി നേടിയ മഹാവ്യക്തിത്വം വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പറ്റില്ല. വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ സന്യാസി അല്ല. സന്യാസിയെ തിരിച്ചറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വികാരങ്ങൾക്ക് അടിമപ്പെടുന്നോ വേഷം കെട്ടലാണ്. അതിനടിമപ്പെടുന്നില്ലേ അയാൾ സന്യാസിയാണ്. ഇതുകൊണ്ടാണ് വാത്മീകി രാമായണം മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം. അതിൻ്റെ ആദ്യത്തെ വാക്കെങ്കിലും അറിയാത്തൊരു ഭാരതീയനും ഇല്ല. ആദ്യത്തെ ശ്ലോകം അറിയാവുന്നവർ ധാരാളമുണ്ട്. ഒരു വാക്കെങ്കിലും പറയാത്തവരാരുമില്ല. മൂലരാമായണം വാത്മീകി രാമായണം തുടങ്ങുന്നത് മാ നിഷാദ. ഈ വാക്കറിയാത്ത പറയാത്ത ഭാരതീയർ ഇല്ല. മാ നിഷാദ പ്രതിഷ്ഠം ത്വമഗമ ശശ്വതീ സമ യത് ക്രൗജമിഥുനാദേകം അവധിം കാമമോഹിതം പുരാവിശ്രവസ പുത്രൗ രാവണോ നാമ രാക്ഷസ ആസീ തസ്യാനുജോ കുംഭകർണ വിഭീഷണൗ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വരാനിമാൻ വവ്രേ രാവണോ മാനുഷാദന്യേരവധ്യത്വം തദാത്മന കുംഭകർണോ നിർദ്ദേവത്വം ഇച്ഛയാ നിദ്രേവത്വം വവ്രേ വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ. മനോഹരമായ കാവ്യം. ആ കാവ്യത്തിൽ ഈ വാത്മീകി രാമായണം ഉണ്ടായിട്ട് 5000 കൊല്ലമായി എന്നൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് ചില കണക്കൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. 5000-മല്ല 7000-മല്ല 10,000-മല്ല. ഇതിൻ്റെയൊക്കെ കാലപ്പഴക്കം തേടി പോകുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം സംഭവിക്കാനില്ല. ചരിത്രാതീത കാലമാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വാത്മീകി രാമായണം അവതരിപ്പിച്ചപ്പോൾ പഞ്ചവടിയിലായിരുന്ന സീതയെ അപഹരിക്കാൻ രാവണൻ പോയത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വേഷത്തിൽ അല്ല. പിന്നെയോ 10 തലയും 20 കയ്യും ഒക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സീത അപ്പോഴേ പേടിച്ച് ആശ്രമ കവാടം അടച്ചാൽ പിന്നെ ഇയാൾ പോയിട്ടേ തുറക്കൂ.
ഇയാൾ എന്ത് ചെയ്തു? രാവണൻ എന്ത് ചെയ്തു? ഇതാ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുക്കോരട്ടി അമ്പലത്തിൽ ഞാൻ പലപ്പോഴും രാമായണ മാസത്തിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. നേരത്തെ പല പ്രാവശ്യം കൊറോണയ്ക്ക് മുമ്പും വന്നിരുന്നു. അപ്പോൾ വാത്മീകി രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നു, ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതൂ ദശാനനൻ. ജടയും വൽക്കലവും ധരിച്ച് രാവണൻ ജടയും വൽക്കലവും കാഷായവും ഒക്കെ ധരിച്ച് ഒരു സന്യാസിയുടെ വേഷത്തിലാണ് പഞ്ചവടിയിലെത്തിയത്. ആ സന്യാസിയെ കണ്ട് ആകൃഷ്ടനായി പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ലക്ഷ്മണരേഖ പോലും മറന്ന സീതാദേവി ഇറങ്ങിപ്പോയത് ഇയാൾ സന്യാസി വേഷത്തിൽ വന്ന് കബളിപ്പിച്ചുകൊണ്ടാണ്. ആയിരക്കണക്കിന് കൊല്ലത്തിനപ്പുറം വാത്മീകി മനസ്സിലാക്കി തന്നു, സ്ത്രീയെ പറ്റിക്കാൻ, പെണ്ണിനെ കബളിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേഷം പുരോഹിത്യ വേഷമാണ്, പുരോഹിത വേഷമാണ്. സന്തോഷ് മാധവൻ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഫ്രാങ്കോ മുളയ്ക്കലൊക്കെ വന്നപ്പോഴാണ് അല്ലേ. പുരോഹിത വേഷം കെട്ടിയാൽ അത് സന്യാസി വേഷമല്ല. ഏത് മതത്തിൻ്റെയും പുരോഹിത വേഷം കെട്ടിയാൽ പെണ്ണിനെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. ആ വേഷം കെട്ടലുകാരൻ വികാരത്തിന് അടിമയാണ്, അതിനായി വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത്. യഥാർത്ഥ സന്യാസി ഒരിക്കലും സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത എന്ന യോഗമുക്തിയിലേക്ക് നേടി വരുന്നത് വളരെ പ്രയാസമാണെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ യോഗമുക്തി നേടിയ ആളാണ് സന്യാസിയെങ്കിൽ ആ സന്യാസിക്ക് കൊടിയ ദുഃഖം പാടില്ല. മറ്റ് ശൃംഗാരം തുടങ്ങിയ ബീഭത്സ തുടങ്ങിയ ഒരു വികാരങ്ങൾക്കും സന്യാസി അടിപ്പെടില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജന്മനാ സന്യാസിയാണ്. അതുകൊണ്ട് ജനിക്കുമ്പോൾ കരയാൻ പാടില്ല. മനസ്സിലായ തത്വം? കരഞ്ഞാൽ പിന്നെ ജന്മനാ സന്യാസിയല്ല, പിന്നെ ദീക്ഷ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ജനിച്ചപ്പോൾ പോലും കരയാത്ത ഗുരുദേവൻ ഒരിക്കൽ മാത്രം കരഞ്ഞത് ശങ്കരൻകുടിയിൽ ശില മുങ്ങിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുനീർ കൊണ്ട് ആ ശിലയെ അഭിഷേകം ചെയ്തു. അപ്പോൾ മാത്രമേ ശ്രീനാരായണ ഗുരുദേവൻ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരിക്കലേ കരഞ്ഞുള്ളൂ, ഒറ്റ ഒരിക്കൽ മാത്രം. അതെപ്പോഴാണ്? മറത്തെ വിയർപ്പൂവെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യന് അല്ലേ. വള്ളംകളിയുടെയൊക്കെ നാടല്ലേ ഇത് അല്ലേ? കുട്ടനാടൻ പാടശേഖരത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന നാടല്ലേ, വള്ളംകളിയുടെ നാടല്ലേ. വിയപുരത്ത് തന്നെ ഒരു ചുണ്ടൻ തന്നെ ഇല്ലേ ഇല്ലേ? അപ്പോൾ വഞ്ചിപ്പാട്ടാണ്. മറത്തെ വിയർപ്പൂവെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യന് മാറത്തുണ്മയോടെ ചേർത്തു ഗാഠം പുണർന്നു. എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടോ ശൗരി ശൂരനാണ് ഭഗവാൻ, ശൂരനാണ്. കംസനെ കൊന്നത് മുതൽ എത്രയെത്ര രാക്ഷസന്മാരെയും രാക്ഷസിമാരെയും ഒക്കെ നിഷ്കരുണം നിഗ്രഹിച്ചു മോചനം കൊടുത്ത ഭഗവാൻ ശൂരനാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ ഇറങ്ങിയപ്പോ തേർത്തടത്തിൽ തളർന്നു കിടന്ന അർജുനനെ, തേർത്തടത്തിൽ തളർന്നു നീ വീണപ്പോൾ ഊക്കുവെപ്പിച്ചു കൊണ്ടതും ഞാനല്ലോ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ എന്ന് പറഞ്ഞ അർജുനനെ ഉണർത്തി നിർത്തിയ ഭഗവാൻ. അതാണ് ക്ലൈബ്യം പാടില്ല. ആണും പെണ്ണും കെട്ട രീതിയിൽ ധൈര്യം ചോർന്നു പോകരുത്. ഉത്തിഷ്ഠത പറഞ്ഞുകൊടുത്ത് അർജുനനെ ഉയർത്തി നിർത്തിയ ധൈര്യശാലിയായ ശൗരിയാണ് ഭഗവാൻ. പക്ഷേ കണ്ണുനീരണിഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം. എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും കരഞ്ഞത്? ആ കുചേലന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പാട്ടിണിയും ദാരിദ്ര്യവും, എന്നിട്ട് നാളെ അത് മാറി ഉണ്ടാകാൻ പോകുന്ന ഉത്കർഷയുടെ ഉയർച്ചയുടെ സൗഭാഗ്യത്തിന്റെ സന്തോഷം,
ഇതിൻ്റെ സമ്മിശ്രമായ കണ്ണുനീരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കണ്ണിലൂടെ വന്നതെങ്കിൽ ചില നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കാൻ നേരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മനസ്സിലൂടെ ഓടിയതും ഈ സമുദായത്തിൻ്റെ അന്നത്തെ ദുരവസ്ഥയാണ്. ഒരു സമുദായത്തിൻ്റെ അല്ല, അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ, മാടിന് പകരം മാടായി നുകത്തിൽ വെച്ച് പൂട്ടിയ ഒരു സമുദായത്തിൻ്റെ ദുരിതങ്ങൾ, നടക്കാനും ഉടുക്കാനും പഠിക്കാനും പറയാനും ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായത്തിന് ഇന്നു കാണുന്ന ഈ ഉയർച്ച, ഇനിയും വരാൻ പോകുന്ന ഉയർച്ച, അത് ഗുരുദേവന്റെ മനസ്സിലൂടെ മിന്നൽ പിണർ പോലെ പാഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കരഞ്ഞത്. അങ്ങനത്തെ ഗുരുദേവൻ ഇഷ്ടപ്പെട്ട നിറമാണ് മഞ്ഞ. ആ നിറം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ട നിറമാണ്. അടിച്ചമർത്തപ്പെട്ട സാധുക്കളെ മോചിപ്പിക്കാൻ 20-ാം നൂറ്റാണ്ടിൽ അവതരിച്ച യുഗപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. 20-ാം നൂറ്റാണ്ട് ഒരു യുഗമാണല്ലോ. ഒരു നൂറ്റാണ്ട് നമ്മളൊരു യുഗമായി കണക്കാക്കുന്നു. ഭാരതീയ പുരാണങ്ങളിൽ പറയുന്ന യുഗം അതല്ല. ദ്വാപരയുഗം, ത്രേതായുഗം, അങ്ങനെയുള്ള ആ യുഗങ്ങൾ അത് ആയിരക്കണക്കിന് കൊല്ലങ്ങളാണ്. എന്നാൽ നമ്മളൊരു നൂറ്റാണ്ടിനെ ഒരു യുഗമായി കണക്കാക്കുന്നെങ്കിൽ 20-ാം നൂറ്റാണ്ട് ഒരു യുഗം ആയിരുന്നു. ആ യുഗം അവസാനിച്ചു. 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരു യുഗം മാറി അടുത്ത യുഗം വന്നപ്പോൾ, നമ്മുടെ സാധാരണ കലണ്ടറിന്റെ യുഗം വന്നപ്പോൾ, ഒരു നൂറ്റാണ്ട് മാറി അടുത്ത നൂറ്റാണ്ട്, അല്ലെങ്കിൽ ഒരു 1000 മാറി അടുത്ത 1000 തുടങ്ങിയ സമയം 1999 ഡിസംബർ 31. അന്ന് അവസാനിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടും ഒരു 1000 കൊല്ലവും അന്ന് അവസാനിക്കുക. അന്ന് മലയാള മനോരമ ഒരു സപ്ലിമെൻ്റ് ഇറക്കി. ആ സപ്ലിമെൻ്റ് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിൽ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കേരളത്തിലെ യുഗപുരുഷൻ ആര്? ഇതാണ് മനോരമ കൊടുത്തിരിക്കുന്ന ഹെഡിങ്. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ യുഗപുരുഷൻ ആര്? പത്രം മനോരമയാണ്, കേരള കൗമുദി അല്ല. ഇത് ആധികാരികമായി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി മനോരമ ചില പ്രതിഭകളെ ചുമതലപ്പെടുത്തി. അപ്പൊ ആലപ്പാട് ശ്രീധരമേനോനാണ് 1, 2 MGS നാരായണൻ, 3 എഴുത്തുകാരനായ സക്കറിയ. ഇവരെ 3 പേരെ മലയാള മനോരമ നിയോഗിച്ചു. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ യുഗപുരുഷൻ ആര് എന്ന് കണ്ടെത്തി മനോരമയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണം. 1 ശ്രീധര മേനോൻ ആണ്. MGS നാരായണൻ എന്ന് കേൾക്കുമ്പോൾ നാരായണൻ ഒരു പക്ഷേ SNDP കാരനാണോ? പൊന്നാനി സ്വദേശിയാണ്, 90 വയസ്സായി. ഞാനിപ്പം ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പേ നേരിട്ട് പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ MGSന്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. MGS നാരായണൻ, മുട്ടയിൽ ഗോവിന്ദമേനോൻ, ശ്രീധരൻ നാരായണൻ, അതും മേനോനാണ്. മറ്റേത് സക്കറിയാണ്. ഇവരിൽ ആരും SNDP-കാരില്ല. ശ്രീധരമേനോൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിരുന്നെന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയിരുന്നെന്ന് മാത്രമല്ല, കേരള ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി ചരിത്ര വിഭാഗത്തിൽ പത്മശ്രീ കിട്ടിയ, ഭാരതത്തിലെ പരമോന്നത ബഹുമനിധിയായ പത്മശ്രീ ലഭിച്ച ചരിത്രകാരനാണ് ആലപ്പാട്ട് ശ്രീധരമേനോൻ. MGS നാരായണനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇന്ത്യയിലെ ഹിസ്റ്റോറിയൻസ് അസോസിയേഷൻ ഇപ്പൊ ലൈവില് ചരിത്രകാരന്മാരുടെ സംഘടനയുടെ തലവനാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി വിഭാഗത്തിന്റെ തലവനായി 10 കൊല്ലം സേവനമനുഷ്ഠിച്ച മഹത് വ്യക്തിത്വമാണ്.
20-ാം നൂറ്റാണ്ടിലെ യുഗപുരുഷൻ ആര് കേരളത്തിലേന്ന് പഠിക്കാൻ ഏൽപ്പിച്ച രണ്ടാമത്തെ വ്യക്തിത്വം. മൂന്നാമത്തേത് സക്കറിയാണ്. സക്കറിയായ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്. ഭയങ്കര ധിക്കാരിയാണ്, ആരെയും അംഗീകരിക്കില്ല, ആരെയും കയറി ചൊറിഞ്ഞു കളയും. യേശുദാസിനെ പറ്റി ഒരിക്കൽ മാന്തി കളഞ്ഞില്ലേ? വിവരമില്ലായ്മയാണ്, അതിന് മറുപടിയും നല്ലതുപോലെ കിട്ടി. ദാസേട്ടന് 60 വയസ്സുള്ള സമയത്ത് 1990 സക്കറിയ പറഞ്ഞു യേശുദാസിന്റെ ശബ്ദം ചെലമ്പിപ്പോയി, അതുകൊണ്ട് യേശുദാസ് പാട്ട് നിർത്തണമെന്ന്. ഇന്ന് വരെ ആരെങ്കിലും പറയുമോ? 85-ാമത്തെ വയസ്സിലും അങ്ങാര് പാടാൻ തുടങ്ങിയ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ പാടിക്കളയും. ഇപ്പോൾ വയ്യ, 2-2.5 കൊല്ലമായിട്ട് അമേരിക്കയിലാണ്. ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കച്ചേരിക്ക് കയറിയിരുന്ന, ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് പോകുന്ന ആ സമയത്തും സൂര്യയുടെ കച്ചേരിക്ക് കയറിയിരുന്നപ്പം വളരെ പ്രായമായി. ഞാൻ പറഞ്ഞു 2.5 മണിക്കൂറേ പാടാവും, അത് കഴിഞ്ഞ് നിർത്തണം. എന്നോട് എഗ്രിമെൻ്റ് എല്ലാം ചെയ്താണ് പാടാനിരുന്നത്. അത് പാടിപ്പാടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തൊട്ട് പറയിൽ ഇപ്പോഴതൊന്നും തോണ്ടിയൻ നിർത്താൻ പറയാം. ആ തോണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് പൊൽത്തിങ്കൾ കലപൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിലും പറഞ്ഞ് ഒരു കീറ്. പിന്നെയും പോയി 3.5 മണിക്കൂർ നേരം ഇരുന്ന് പാടിയിട്ട് എഴുന്നേറ്റാൽ ഒരു കുഴപ്പവുമില്ലാത്ത ശബ്ദമാണ് ദാസേട്ടൻ്റെ ശബ്ദം ഇപ്പോഴും. അപ്പോഴാണ് അങ്ങേര് പറയുന്നത് 1990 സക്കറിയ പറഞ്ഞു യേശുദാസിൻ്റെ ശബ്ദം ചെലമ്പിപ്പോയി. അതിനെ സക്കറിയാക്കി കൊടുത്ത മറുപടിയാണ് രവീന്ദ്രൻ മാഷേ വളരെ കോംപ്ലിക്കേറ്റഡായ ഹിന്ദുസ്ഥാനി രാഗമെടുത്തിട്ട് പ്രമദവനം വീണ്ടും എന്നുള്ള പാട്ട്. ഞാനത് പാടത്തില്ല, കാരണം ദാസേട്ടനെ കൊണ്ടേ അത് പാടാൻ പറ്റൂ. ഇന്ന് വരെ ഗാനമേളയ്ക്ക് ഒരു വിദഗ്ധനും പ്രമദവനം പാടിയിട്ടില്ല, പാടിയാൽ എത്തൂല. അത് ദാസപ്പനെ കൊണ്ടേ അത് പറ്റൂ. 90 സക്കറിയ പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടിയാണ് പ്രമദവനം ഹിസൈനസ് അബ്ദുള്ള. എന്നിട്ടും തീർന്നില്ല. പിന്നെയും 6 കൊല്ലം കഴിഞ്ഞ് 6-ാം തമ്പുരാൻ വന്നപ്പോൾ ഹരിമുരളീരവം എടുത്തിട്ട് കൊടുത്തു. അതിലെ മധുമൊഴി രാധേ നിന്നെ തേടി എന്നുള്ള ഇത്ര സെക്കൻഡ് നീട്ടണമെന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ ദാസേട്ടനും രവീന്ദ്രൻ മാഷുമായിട്ട് ഒരു ഉടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് രവീന്ദ്രനോടുള്ള ദേഷ്യം എന്ന് പറയാൻ താൽക്കാലിക ദേഷ്യമാണ്. ആ ദേഷ്യത്തോടു കൂടിയാണ് കയറി നിന്ന് അങ്ങ് നീട്ടിയത്. തേടീന്നും പറയും നീട്ടി അങ്ങ് കൊണ്ടുപോയിട്ട് രവീന്ദ്രൻ മാഷ് പറഞ്ഞതിനേക്കാളും പിന്നെയും 10 സെക്കൻഡ് കൂടെ നീട്ടിയിട്ട് രവീന്ദ്രൻ മാഷോടുള്ള ദേഷ്യത്തിനാണ് അവസാനം ഒരു കൊടച്ചിൽ കുടഞ്ഞത്. ഇല്ലേ? അത് ഓർമ്മയില്ലേ? നിന്നെ തേടി അത് സൂപ്പർ ഹിറ്റായി. ആ പാട്ട് റിലീസായി ഹിറ്റായപ്പോഴാണ് രവീന്ദ്രൻ മാഷ് പറഞ്ഞത് പ്രമദവനവും ഹരിമുരളീലവും സക്കറിയാക്കുള്ള മറുപടിയാണ്. പിന്നെ സക്കറിയ ഒന്നും മിണ്ടിയിട്ടില്ല. ഇങ്ങനെ പലരെയും കയറി മാന്തുന്ന ആളാണ്. അയ്യോ, MT വാസുദേവൻ നായർ സാറിനെ പോലും സക്കറിയ വെറുതെ വിട്ടില്ല. ആ MD വള്ളുവനാടിൻ്റെ പിന്നെ പൈങ്കിളി സാഹിത്യം എന്നും പറയും, നമ്മൾ കളിയാക്കുമല്ലോ, മുട്ടത്ത് വർക്കി. പൈങ്കിളി സാഹിത്യം വായിച്ചാൽ ഞങ്ങളൊക്കെ വായന തുടങ്ങിയത്. മുട്ടത്ത് വർക്കി, വള്ളുവനാടിൻ്റെ മുട്ടത്ത് വർക്കിയാണ് MD എന്ന് പറയും. MD വാസുദേവൻ നായരെ കയറി മാന്തിയ സാധനമാണ് സക്കറിയ. അതുകൊണ്ടും തീർന്നില്ല. വിധേയൻ എന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ കാൻ ഫിലിം ഫെസ്റ്റിലൊക്കെ പോയി അവാർഡ് മേടിച്ച ലോകം അംഗീകരിച്ച സിനിമ. ആ സിനിമ സക്കറിയയുടെ കഥയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ എന്തോ മാറ്റം വരുത്തി കളഞ്ഞു. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് പരസ്യമായി വേദിയിലെത്തി അടൂർ ഗോപാലകൃഷ്ണനെ ഉരിച്ച സാധനമാണ് സക്കറിയ. ആ സദസ്സിൽ ഞാനും ഉണ്ട്. ഞാൻ എന്തിനാ സക്കറിയ ഇത്രയും പരിചയപ്പെടുന്നത്? ആരെ അംഗീകരിക്കുന്ന ആളല്ല ഇയാൾ. അങ്ങനത്തെ സക്കറിയാണ് ഏർപ്പിച്ചിരിക്കുന്നത്. ആലപ്പാട് ശ്രീധരമേനോനും MGS നാരായണനും ഒപ്പം സക്കറിയായും 3 വിധത്തിലായി കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിലെ യുഗപുരുഷൻ ആര് എന്നവർ ഓരോ വ്യക്തികളെയും ആളന്ന് തൂക്കി പഠിച്ചു. 3 പേരും 3 റിപ്പോർട്ട് കൊടുത്തു, സെപ്പറേറ്റ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ക്രോഡീകരിച്ചാണ് മലയാള മനോരമ 1999 ഡിസംബർ 31-ാം തീയതി
സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിന്റെ യുഗപുരുഷൻ ആര്? 3 പേരും കൊടുത്ത റിപ്പോർട്ട് ഒരേ ഒരാളിന്റെ പേരാ, സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ. അതാണ് യുഗപുരുഷൻ. ഈ 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ആരെല്ലാം ഉണ്ടായി? എത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായി, എത്ര വിപ്ലവകാരികൾ ഉണ്ടായി, എത്ര സാഹിത്യ നായകന്മാരുണ്ടായി, എത്ര ആത്മീയ നേതാക്കൾ ഉണ്ടായി. അവരെ ആരെയും യുഗപുരുഷനായി അംഗീകരിച്ചില്ല. 3 പേരും റിപ്പോർട്ട് കൊടുത്തത് 20-ാം നൂറ്റാണ്ടിലെ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുദേവൻ. അതാണ് മനോരമ 999 ഡിസംബർ 31-ാം തീയതി സപ്ലിമെന്റിൽ അടിച്ചത്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ ഫയലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. കണ്ടോ? ഈ ഈഴവ സമുദായത്തിൽ പിറന്നവരെക്കാൾ കൂടുതൽ ഗുരുദേവനെ പറ്റി പഠിക്കുന്നത് വ്യത്യസ്ത മതത്തിലുള്ളവരാണ്. ലോകമൊട്ടാകെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകമൊട്ടാകെ. അമേരിക്കയിലെ ഡല്ലാസിലെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള 8ഓളം യൂണിവേഴ്സിറ്റികളിൽ ബിരുദവും കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്നവരുടെ റഫറൻസ് ഗ്രന്ഥമാണ് ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. ഈ പുസ്തകം എഴുതിയത് ഡോക്ടർ പി നടരാജൻ ആണ്. അതുകൊണ്ട് വിദേശ യൂണിവേഴ്സിറ്റികളിൽ 4 ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ പി നടരാജൻ തൻ്റെ പേരിനോടൊപ്പം ഒരിക്കലും ഡോക്ടർ എന്ന് ചേർത്തിട്ടില്ല. ഈ പുസ്തകം പ്രിന്റ് ചെയ്തവരാണ് ഡോക്ടർ ചേർത്ത് വെച്ചിരിക്കുന്നത്. ആരാണ് ഈ ഡോക്ടർ പി നടരാജൻ? ഡോക്ടർ ചേർക്കാതെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് നടരാജഗുരു. നടരാജഗുരുവാണ് ഈ ഡോക്ടർ പി നടരാജൻ. നടരാജഗുരുവിൻ്റെ പേരിൻ്റെ മുമ്പിലോ പറയിലോ ഡോക്ടർ ഉണ്ടോ? ഉണ്ടോ? വിദേശ യൂണിവേഴ്സിറ്റി 4 ഡോക്ടറേറ്റ് നേടിയത് കൊണ്ട് അദ്ദേഹം അതിൻ്റെ പേരിലാണോ അറിയപ്പെട്ടത്? അല്ല, ഗുരുധർമ്മത്തിന്റെ പ്രചാരകനായതുകൊണ്ടാണ്. നടരാജഗുരുവിന്റെ ഗ്രന്ഥമാണ് ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. ആ ഗ്രന്ഥം വൈദേശിക യൂണിവേഴ്സിറ്റികളിലെ റിസർച്ച് സ്കോളേഴ്സിന്റെ റഫറൻസ് ഗ്രന്ഥമെന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനം എത്ര ഉയർച്ചയിലാണ്. ആ ഗ്രന്ഥം നടരാജഗുരുവിന്റെ സ്വന്തമല്ല, പിന്നെയോ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയുടെ വ്യാഖ്യാനമാണ്. ലോകം പഠിക്കുകയാണ് ദർശനമാല. വിശ്വഗുരു. ലോകത്തിന് ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ മാർഗം സ്വീകരിച്ചാൽ പോരെ. കണ്ടോ? ആലപ്പാട്ട് ശ്രീധരമേനോനും MGS നാരായണനും സക്കറിയയും മനോരമയും ഒക്കെ യുഗപുരുഷനായി തിരഞ്ഞെടുത്ത് പഠിച്ചെങ്കിൽ അവർ മാത്രമല്ല. ഗുരുവിനെ പഠിച്ചത് ആരൊക്കെയാ? ടാഗോർ വന്ന സംഭവം നമുക്കറിയാം. 1 നൂറ്റാണ്ട് കഴിഞ്ഞു. നീട്ടിപ്പരത്തിയ സംഭവം ഞാൻ പറയുന്നില്ല. മണിക്കൂർ എടുത്തിട്ട് 2 മഹാസാഗരങ്ങളുടെ സംഗമമെന്ന് ഞാൻ എവിടെയോ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗുരുപഥത്തിലുണ്ട്, ഒന്നെടുത്ത് നോക്കിയാൽ മതി. ടാഗോർ വന്നു കണ്ടു ഗുരുദേവന്. വന്ന സംഭവമൊക്കെ മഹാത്ഭുതങ്ങളാണ്. ടാഗോർ ആദ്യം ഗുരുദേവനെ കാണാൻ വന്നത് ശിവഗിരിയിൽ അല്ല. ടാഗോറിനെ ഗുരുദേവനെ പരിചയപ്പെടുത്തിയത് നടരാജഗുരുവാണ്. നടരാജഗുരുവിനെ വൈദേശിക ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് അയച്ചത്, സ്കോളർഷിപ്പ് കൊടുത്ത് അയച്ചത് ഗുരുദേവനാണ്. പർപ്പസ്ഫുള്ളി. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ഗുരുദേവന്റെ ഓരോ ചുവടുകളും ഓരോ തീരുമാനങ്ങളും എന്തായിരുന്നു അതിൻ്റെ റിസൾട്ടെന്ന് നമ്മൾ എത്ര കാലം കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അനാർഭാടമായ ജീവിതം നയിക്കണം, ഒരു കാര്യത്തിലും ആർഭാടം പാടില്ല എന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, വിവാഹ ചടങ്ങുകൾ ലളിതമാക്കണം. 10 പേരെ കൂടിയാൽ 11 പേര് മാത്രം പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, പരമാവധി ചുരുക്കാനാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളുടെ ബന്ധുക്കളും എല്ലാം കൂടെ ചേരുന്നതിന് ഗുരുദേവൻ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നല്ലത് ഇതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. നല്ലത് വേണേ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട, അത്രയേ ഉള്ളൂ. ഗുരുദേവൻ എല്ലാം നിർബന്ധിച്ച് 11 പേരെ പങ്കെടുക്കാവൂ എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ 12 എണ്ണം ചേരാൻ പറ്റത്തില്ലായിരുന്നു. കൽപ്പനയല്ല, അതൊരു ദർശനം മാത്രമാണ്.
അപ്പടിപിടുത്തെ നാട്ടുകാർ പലരും ചോദിച്ചു, 10 പേരെ 11 പേരെ കൊണ്ട് വിവാഹം നടക്കുമോ? വലിയ ചർച്ചയായി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. SNDP-ക്കാർ തന്നെ എന്നോട് തർക്കിച്ചിട്ടുണ്ട്. എല്ലാ ഗുരുദേവ ദർശനങ്ങളും അംഗീകരിക്കാം, പക്ഷെ വിവാഹത്തിന് 11 പേരെ വെച്ച് കല്യാണം നടക്കുമോ? വധുവും വരനും വരെ ബന്ധുക്കളും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 100 പേർക്കെങ്കിലും ഒരു പെർമിറ്റ് തരേണ്ടതായിരുന്നു എന്ന് ഈ സമുദായത്തിൽപ്പെട്ടവർ തന്നെ എന്നോട് തർക്കിച്ചിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറയും, ഗുരുദേവന്റെ ദർശനങ്ങൾ മാറ്റത്തിരുത്തലുകളില്ലാത്തതാണ്. 11 പറഞ്ഞാൽ 11 മതി, അതുകൊണ്ട് കാര്യം നടക്കുമെന്ന് അക്കാലത്ത് ഞാൻ പറഞ്ഞു. പക്ഷേ ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ല പറഞ്ഞത്, ഗുരുദേവ ദർശനം ആയതുകൊണ്ടാണ് ഞാൻ തർക്കിച്ചത്. 11 പേരെ വെച്ച് അവസാനം കല്യാണങ്ങൾ എത്ര നടന്നു? 10,000-കണക്കിന് കല്യാണം കേരളത്തിൽ നടന്നു, ഇന്ത്യയിലുടനീളം നടന്നു. 11 പേരെ പറ്റത്തുള്ളൂ. എപ്പോഴാ 11 പേരെ വെച്ച് കല്യാണം നടന്നത്? കൊറോണ വന്നപ്പോ. കണ്ടോ, കൊറോണ വന്നപ്പോ 11 പേരെ മാത്രം വെച്ചല്ലേ പ്രോട്ടോകോൾ തെറ്റും, ജയിലിൽ പോകേണ്ടി വരും. 11 പേരെ പറ്റിയുള്ളൂ. അപ്പൊ സൂര്യന്റെ കീഴിൽ 11 പേരെ വെച്ച് വിവാഹം നടത്താം എന്ന് കൽപ്പിച്ചത് കൊറോണയുടെ പ്രോട്ടോകോളും ശ്രീനാരായണ ഗുരുദേവനും മാത്രമാണ്. ഹീ ഈസ് സോ പ്രാക്ടിക്കൽ. എല്ലാ കാര്യത്തിലും നിയതവും നിശ്ചയവുമായ തീരുമാനങ്ങൾ അവിടുന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ കൃത്യം ആണ്. അതുകൊണ്ട് എത്ര ആലോചനാമൃതമാണ്. അന്ന് ഇംഗ്ലീഷ് ഭാഷയോട് ഗുരുദേവന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭാരതീയരാകെ ഇംഗ്ലീഷ് ഭാഷയോട് വെറുപ്പ് ഉണ്ടാക്കിയിരുന്ന കാലമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുക, അവൻ്റെ ഭാഷ പഠിക്കരുതെന്ന്. അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ പഠിപ്പിച്ചൊരു തത്വമുണ്ട്. ഞാനൊക്കെ ചെറു ക്ലാസ്സിൽ പള്ളിയിൽ ഓതിപ്പടിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഗുരുനാഥനും ഉസ്താദും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കരുതെന്ന്. അതിന് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാമോ? ലുഗത്തിൽ ഇഞ്ചിലീസി ലുഗത്തിൽ ഇബിലീസി, അങ്ങനെ അറബി പറഞ്ഞത്. ഇംഗ്ലീഷ് ഭാഷ ഇബിലീസിൻ്റെ ഭാഷയാണ്, അത് പഠിച്ചാൽ പിശാചിൻ്റെ കൂട്ടുകാരനായി പോകും എന്ന് പറയുമായിരുന്നു. അത്രത്തോളം ഇംഗ്ലീഷ് ഭാഷയെ വെറുത്തിരുന്ന കാലഘട്ടത്തിൽ വിശ്വമഹാകവി കുമാരനാശാനെ ഇംഗ്ലീഷ് പഠിക്കാൻ കൽക്കട്ടയ്ക്ക് അയക്കുകയും മദ്രാസിൽ പോയി ഇംഗ്ലീഷ് പഠിച്ച ഡോക്ടർ പി നടരാജൻ എന്ന നടരാജ ഗുരുവിനെ വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സ്കോളർഷിപ്പോടെ പറഞ്ഞയച്ച ഗുരുദേവന്റെ ദർശന സൗകുമാര്യം, ആ ദീർഘദർശിത്വം എത്ര പറഞ്ഞാൽ മതിയാകും. അങ്ങനെ നടരാജഗുരു വിദേശത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഒട്ടേറെ പ്രയോജനമുണ്ടായതിൽ ഗുരുദേവ ദർശനങ്ങൾ പാശ്ചാത്യ ലോകത്തിന് ഒരുപാട് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കൂടാതെ പ്രകടമായ 2 പ്രയോജനമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ ആ പുസ്തകം ഗ്രന്ഥം രചിക്കാൻ കഴിഞ്ഞത് പാശ്ചാത്യ ലോകത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ടാണ്. അൺഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട്. 2, ടാഗോറിന്റെ ഇംഗ്ലീഷ് വളരെ ഗാംഭീര്യമുള്ള ശൈലിയാണ്. ടാഗോറിനെ ഇംഗ്ലീഷിൽ കത്തെഴുതി ആകർഷിച്ചത് നടരാജ ഗുരുവാണ്. അത് വിദേശത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ മറ്റൊരു പ്രയോജനമാണ്. ഇതൊക്കെ ഗുരുദേവൻ മുന്നിൽ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഒയ്യോ, അപ്പോൾ അങ്ങനെ പഠിച്ച ഇംഗ്ലീഷ് പഠിച്ച ആ ലാംഗ്വേജിന്റെ സ്റ്റൈലിലാണ് ടാഗോറും നടരാജഗുരുവുമായി അടുപ്പം വരുന്നത്. അയ്യോ, ഈയിടെ TTR വണ്ടിയിൽ നിന്ന് തെള്ളിയിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എറണാകുളത്ത് കുറേ TTRമാർ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അതിലൊരു TTR വിളിച്ചിട്ട് പറയുക, ഗുരുപദൻ TV-യിൽ കണ്ട ഡോക്ടർ ട്രെയിനിൽ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ TTRനെ പോലെ ഗുരുദേവനെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ താഴെ പോകത്തില്ല എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ ജനം എവിടം വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. വൈറലായി പോയിരിക്കുന്ന ഒരു സംഭവമാണ്. ജെയിംസ് എന്ന് പറയും TTR-ലേക്ക് ടിക്കറ്റില്ലാതെ വർക്കല ഇറക്കിയ ഒരു സംഭവം ഗുരുപദൻ TV-യിൽ കിടപ്പുണ്ട്, അത് കണ്ടാൽ മനസ്സിലായി. അപ്പോൾ ഇംഗ്ലീഷ് പറയാനുള്ള സ്വാധീനം കൊണ്ട് ടാഗോറിന് കത്തെഴുതി. ടാഗോറ് ഗുരുദേവനെ കാണാൻ തീരുമാനിക്കുന്നു. പരിചയപ്പെടുത്തിയത് മുഴുവൻ
നടരാജഗുരുവിൻ്റെ കത്തിലൂടെയാണ്. കാണാൻ തീരുമാനിക്കുന്നു. അവസാനം ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. കൽക്കട്ടയിൽ നിന്ന്, പഴയ കാലത്തെ ആവി എഞ്ചിനാ, ഇന്നത്തെ പോലെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുമില്ല, ഇലക്ട്രിക് വണ്ടിയില്ല, ഡീസലില്ല, കരി എഞ്ചിനാ. കൽക്കട്ടയിൽ നിന്ന് എറണാകുളത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 5-6 ദിവസം എടുക്കും. അങ്ങനെ കരിവണ്ടിക്കകത്ത് വളരെ ത്യാഗങ്ങൾ സഹിച്ചെന്ന് AC ഒന്നുമില്ല, കാരിയും പുകയും ചൂടും പൊടിയുമൊക്കെ സഹിച്ച് ടാഗോർ വരുന്നു വിശ്വഗുരുവിനെ കാണാൻ. ഷൊർണൂരെത്തി. ഷൊർണൂർ ഒരു ജംഗ്ഷനാണ്. ടാഗോർ വന്ന കൽക്കട്ടയിലെ വണ്ടി അവിടം വരെ ഉള്ളൂ. അവിടെ കാറ് കാത്തു കിടക്കുന്നു ടാഗോറിനെ കൊണ്ടുപോകാൻ. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ ഉണ്ട്. അവിടെ വെച്ച് കാണാനാണ് ആദ്യത്തെ തീരുമാനം. ടാഗോർ വന്ന് ഷൊർണൂരിൽ ഇറങ്ങിയപ്പോ നിക്കക്കള്ളിയില്ലാത്ത വിറയലും പനിയും അങ്ങ് തുടങ്ങി. മലേറിയ, മലമ്പനി, കിട്ടുങ്ങലും പനിയുമായിട്ട് പിടിച്ചാ നിൽക്കാത്ത തുള്ളലുള്ള പനി. അതിന് നമ്മൾ മലയാളികൾ പറഞ്ഞ ശരിയായ പേര്, മെഡിക്കൽ സയൻസിന് ഞങ്ങൾ പഠിച്ചത് മലേറിയ എന്നാണ്. പക്ഷേ മലയാളികൾ പറഞ്ഞ പേരാണ് മലേറിയയുടെ ശരിയായ പേര്. എന്താ പേര് കൊടുത്തത്? തുള്ളപ്പനി. അങ്ങനെ കേട്ടിട്ടില്ലേ? തുള്ളപ്പനി. കറക്റ്റ്, തുള്ളുന്ന പനിയാണ്. പിന്നെ മലമ്പനി എന്നും പറയും. കാരണം മലയടിവാരത്താണ് ഈ പനി ആദ്യം കൂടുതൽ വന്നത്. കാരണം അവിടെ കൊതുക് കൂടുതലുള്ളത്. കൊതുകാണല്ലോ ഇത് പരത്തിയത്. അപ്പോ മലമ്പനി അല്ലെങ്കിൽ തുള്ളപ്പനി വന്ന് ടാഗോർ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ. കൂടുതൽ മുന്നോട്ട് പോയാൽ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവനെ കാണാനുള്ള സന്ദർശനം മാറ്റിവെച്ച് അടുത്ത വണ്ടിയിൽ ടാഗോർ മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്തെ ഇന്നത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ്, ഒപ്പി ഇപ്പം കർഷകർക്ക് കണ്ണീരില്ല. പോട്ടെ, ഇലക്ഷൻ സമയത്ത് നമ്മളൊന്നും കമൻ്റ് ചെയ്തുകൂടാ. അയ്യോ മനുഷ്യനിങ്ങനെ വികാരം, അയ്യോ ഒന്നും പറയാൻ. 26-ാം തീയതി വരെ ഞാൻ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ MM മണിയുടെ എൻ്റെ ഇനിഷ്യൽ ഒന്നാണ്, MM ഹസൻ്റെ. ഈ MM ഇച്ചിരി കുഴപ്പം പിടിച്ച ഇനിഷ്യലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കും. അപ്പൊ ടാഗോർ തിരിച്ച് മംഗലാപുരത്തേക്ക്, ഇന്നത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജ് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലാണ്, അവിടേക്ക് തിരിച്ചുപോയി. മലമ്പനിയും കൊണ്ട് ടാഗോറിന് കാണാൻ കഴിഞ്ഞില്ല. ടാഗോർ ശരിക്കും ഗുരുദേവനെ കാണേണ്ടിയിരുന്നത് അദ്വൈതാശ്രമത്തിൽ വെച്ചാണോ ശിവഗിരിയിൽ വെച്ചാണോ? എവിടെ വെച്ചാ കാണേണ്ടിയിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? എവിടെ വെച്ചാ കാണേണ്ടത്? സംശയമുണ്ടോ? പാവുകരക്കാർക്ക് നാക്കില്ലയോ? ശിവഗിരി വെച്ച് എന്താ കാണേണ്ടുന്നത്? അതുകൊണ്ട് ടാഗോറിന് പനി വന്നതാണോ അതോ പനി കൊടുത്തതാണോ അതോ പണി കൊടുത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ടാഗോർ മടങ്ങിപ്പോയി. 2 വർഷം കഴിഞ്ഞു. 1920 ടാഗോർ ഷൊർണൂരിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്നത്. ഇനി ഒരിക്കലും ടാഗോർ ഗുരുദേവനെ കണ്ടെത്തും എന്ന് ആർക്കും ഒരു പ്രതീക്ഷയും ഇല്ല. ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഇരിക്കവേ 2 വർഷം കഴിഞ്ഞു. 2-2.5 വർഷം കഴിഞ്ഞു. ഒരു 1922 നവംബർ 10 സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ശിവഗിരിയിലെ വൈദിക മഠത്തിന്റെ മുമ്പിൽ ഒരു ചാരുകസേരയിൽ ഗുരുദേവൻ ഇങ്ങനെ ചാരിക്കിടക്കുന്നു. അസ്തമയ സൂര്യന്റെ ചെങ്കതിറുകൂടെ ഗുരുദേവന്റെ മുഖത്ത് അടിക്കുമ്പോൾ ആ പ്രകാശം ശതഗുണീഭവിച്ച് നിൽക്കുക. അപാര സൗന്ദര്യമായിരുന്നു ഗുരുദേവനെന്നാണ്. അപാര സൗന്ദര്യം. ഗുരുദേവനെ നേരിൽ കണ്ട് ശുശ്രൂഷിച്ച 4 മഹത് വ്യക്തിത്വങ്ങളുമായി വളരെയേറെ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഭാഗ്യമുണ്ട്. അതിലൊന്ന് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞതനുസരിച്ച് സംസ്കൃത ഭാഷ പഠിക്കാൻ തേടിപ്പോയ ബാലരാം പണിക്കർ സാറ് ഗുരുദേവൻ്റെ ഗൃഹസ്ഥാശ്രമ ശിഷ്യനാണ്. മറ്റൊന്ന് കുളത്തൂർ ഗുരുദേവൻ പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ അപാര സാധ്യതയുള്ള
മിടുമിടുക്കനായ കൗമാരം പൊട്ടിപിടർന്നു നിൽക്കുന്ന ഒരു ബാലനെ കണ്ടു. ആ ബാലനെ ഗുരുദേവൻ കൂടെ കൂട്ടി അങ്ങ് കൊണ്ടുപോയി വൈദ്യം പഠിപ്പിച്ചു. അതാണ് ഭാർഗവം വൈദ്യൻ, ഗുരുദേവൻ്റെ വലങ്കയ്യായി നടന്ന ഭാർഗവം വൈദ്യൻ. പിന്നീട് അദ്ദേഹം വൈദ്യകലാനിധി പാസ്സായി ആയുർവേദ കോളേജ് പ്രിൻസിപ്പലായി. ഏറെക്കാലം ഉള്ളൂരിൽ താമസിച്ചിരുന്നു, വളരെയേറെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളാണ് നമ്മുടെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ്റെ മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് ലീല. അവരുമായിട്ടൊക്കെ എനിക്ക് കുടുംബമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. ഭാർഗവം വൈദ്യൻ ഗുരുദേവനെ ശുശ്രൂഷിച്ച ആളാണ്. ഗുരുദേവനൊരു അപാര അസാധ്യ വൈദ്യനായിരുന്നു. ഗുരുദേവൻ മനുഷ്യനെ കണ്ടാൽ രോഗം മനസ്സിലാക്കി ചികിത്സ പറയും, പരിശോധിക്കൊന്നും വേണ്ട. ഞങ്ങൾക്കൊക്കെ പല പരിശോധന നടത്തി, പിന്നെ ലാബ് ടെസ്റ്റും നടത്തി, സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി, പൾസ് പിടിച്ച് നോക്കി, വാ തുറന്ന് നോക്കി. ചിലതിൻ്റെയൊക്കെ വാ തുറന്ന് നോക്കുമ്പോൾ നാക്കിന് വളരെ നീളം കൂടുതലാണെന്ന് മനസ്സിലായി. അതെല്ലാം നോക്കി എന്തെല്ലാം പരിശോധന കഴിച്ചാൽ ഞങ്ങളൊരു നിഗമനത്തിലെത്തുന്നത് ഗുരുദേവൻ്റെ മുമ്പിൽ ആളൊക്കെ നിന്നാൽ മതി, ആ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്ത് കളയും. അങ്ങനെയാണ് സിലോണിൽ പോകുന്ന സമയത്ത് രാമേശ്വരത്ത് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ കടപ്പുറത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പാതിരി ഗുരുദേവനെ കാണാൻ ചെന്നു. ഏതോ കൊനഷ്ട ചോദ്യം കൊണ്ടാണ് ചെന്നത്. പാതിരിയെ കണ്ടപ്പോഴേ ഗുരുദേവൻ നോക്കിയേച്ച് പറഞ്ഞു, കാരസ്കരകൃതം കഴിക്കുക, സോക്കേട് മാറിക്കോളൂ. ആ പാതിരി ഞെട്ടിപ്പോയി. അങ്ങാർക്കൊരു രോഗമുണ്ടായിരുന്നു, അങ്ങനെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. അത് കാരസ്കരകൃതം കഴിച്ചാൽ പിന്നെ ചോദ്യമൊന്നും ചോദിച്ചില്ല, കമ്പനി അങ്ങ് തിരിച്ചു. അങ്ങനത്തെ വൈദ്യനായിരുന്നു ഗുരുദേവൻ. ഗുരുദേവന്റെ നിർദ്ദേശമനുസരിച്ച് എണ്ണകൾ, കുഴമ്പുകൾ, ലേഹ്യങ്ങൾ തുടങ്ങിയ മരുന്നുകൾ സൃഷ്ടിക്കുന്ന ജോലിയായിരുന്നു ഭാർഗവം വൈദ്യന്. ബാലരാം പണിക്കർ സാറ്, ഭാർഗവം വൈദ്യൻ, പിന്നെ ചന്ദ്രികാ സോപ്പിൻ്റെ സ്ഥാപകനായ CR കേശവൻ വൈദ്യൻ ഗുരുദേവന്റെ വലിയൊരു സേവകനാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഡോക്ടർ മഹീപാലൻ്റെ ക്ലാസ്മേറ്റായി. ഒരു ഹോസ്റ്റലിലായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പിതാവ് വരുമ്പോഴെല്ലാം ഗുരുദേവനെ പറ്റി ചോദിക്കുമായിരുന്നു. ഇത് 3 പുരുഷന്മാരാണ്. മറ്റൊന്നൊരു മഹതിയാണ്, വിശ്വമഹാകവി കുമാരനാശാൻ്റെ ധർമ്മപത്നി ഭാനുമതി അമ്മ. 972 അമ്മയെ പരിചയപ്പെട്ടു. 76 ഫെബ്രുവരി 20 മരണപ്പെടുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ വളരെയേറെ അടുപ്പമായിരുന്നു. അമ്മയുടെ ശബ്ദമൊക്കെ അക്കാലത്ത് കാസറ്റിൽ പിടിച്ചത് പിന്നെ ഞാൻ CD-യിലാക്കി ഇപ്പം എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ഭാനുമതിയമ്മയുടെ ശബ്ദമൊക്കെ ഉണ്ടല്ലേ. ഈ 4 പേരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഗുരുദേവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. വസ്ത്രം എങ്ങനെയായിരുന്നു, കയ്യിലെന്തെല്ലാം കൊണ്ടു നടക്കുമായിരുന്നു, വടിയുണ്ടായിരുന്നോ, മതിയടി ഉണ്ടായിരുന്നോ, ചിരിച്ചാലെങ്ങനെ, മിണ്ടാതിരുന്നാലെങ്ങനെ, ഭക്ഷണം കഴിക്കുന്ന എന്തൊക്കെയാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അവർ 4 പേരും കലവറയില്ലാതെ പറഞ്ഞു തരും. ഗുരുദേവൻ ഏറ്റവും അധികം പലഹാരങ്ങൾ ഉണ്ടാക്കി സൽക്കരിച്ചത് ഭാനുമതി അമ്മയാണ്. അമ്മയോട് ഞാൻ ചോദിച്ചു, ഗുരുദേവൻ ഏതാഹാരം കൊടുത്താലും കഴിക്കുമോ? എന്തു കൊടുത്താലും കഴിക്കും, ഒരു വിരോധവുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? അമ്മ പറഞ്ഞു, പൂവമ്പഴ ഞെരടി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമായിരുന്നു ഗുരുദേവൻ ഏറെ ഇഷ്ടം. അത് ചൂടോടെ കൊടുത്താൽ ഒരു 10, 15, 20 എണ്ണം നിന്ന് കളയായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ ഭാഗ്യമായിരുന്നില്ലേ അമ്മയുടെ, അല്ലേ? ഭാനുമതി അമ്മയുടെ ഭാഗ്യമാണതൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ 4 വ്യക്തിത്വങ്ങളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗുരുദേവനെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിറം എങ്ങനായിരുന്നു? ഇരുനിറമാണോ, കറുത്തതാണോ, വെളുത്തതാണോ? ഇവരെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ 3 പേരും, പുരുഷന്മാർ 3 പേരും പറഞ്ഞ മറുപടി, ഗുരുദേവന്റെ മുഖത്ത് അപാരമായ ചൈതന്യവും സൗന്ദര്യവും ഉണ്ടായിരുന്നു. വെളുത്തതായിരുന്നു, നല്ല സൗന്ദര്യമായിരുന്നു. പക്ഷേ ഭാനുമതി അമ്മ പറഞ്ഞ വിശേഷണമാണ് വളരെ കൃത്യം. മഹാകവിയുടെ ഭാര്യയല്ലേ? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, അല്ലേ? സർഗചോദന വെളിവാകുന്ന ഒരു വർണ്ണനയാണ് ഭാനുമതി അമ്മ തന്നത്. ഗുരുദേവനെ കണ്ടാൽ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ചുവപ്പു രാശിയിൽ വെള്ള നിറമായിരുന്നു. ഇനി അതിനപ്പുറം പറയാനുണ്ടോ? അമ്മ പറഞ്ഞതെങ്ങനെ? ചുവപ്പു രാശിയിൽ വെള്ള നിറമായിരുന്നു. എന്തൊരു വിശേഷണമാണ്! അത്ര സൗന്ദര്യമായിരുന്നു ഗുരുദേവന്. അത് ടാഗോർ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പാരഗ്രാഫ് പറയുമ്പോഴത് എടുത്തു പറയാം. അത്ര സൗന്ദര്യമുള്ള ഗുരുദേവന്റെ മുഖത്തെ വർക്കല കടലിൽ അസ്തമിക്കുന്ന സൂര്യന്റെ ആ കിരണങ്ങളോട് അടിച്ചപ്പോൾ
അങ്ങനെ പ്രശോഭിതമായി ഗുരുദേവൻ ചാരുകസേരയിൽ കിടക്കുന്നു. 1922 നവംബർ 20 ടാഗോർ വന്ന് മടങ്ങിപ്പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും ടാഗോർ ഗുരുദേവനെ കാണുമെന്ന് ആരും വിശ്വസിക്കാത്ത, ചിന്തിക്കാത്ത സമയത്ത് ഒരു വൈകുന്നേരം ഈ നവംബർ 10 ചാരുകസേരയിൽ കിടന്നുകൊണ്ട് അടുത്തിരുന്ന ശിഷ്യൻ സ്വാമി സത്യവ്രതനെ വിളിച്ചു. സത്യവ്രത, ഈ ടാഗോർ സ്ഥാപിക്കാൻ പോകുന്ന സർവകലാശാലയെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ചോദിക്കുന്നത്. സ്വാമി സത്യവ്രതം പറഞ്ഞു, കേട്ടറിവനുസരിച്ച് നമ്മുടെ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സത്യവ്രത, ടാഗോറിന്റെ വിശ്വഭാരതി സർവകലാശാലയെ സംബന്ധിക്കുന്ന അറിവുകൾ ശേഖരിച്ച് ഒരു ലേഖനം എഴുതി നാളെ എനിക്ക് തരണം. നാളെ. അപ്പോൾ തന്നെ സ്വാമി സത്യവ്രതൻ അവിടുന്ന് യാത്രയായി. എവിടൊക്കെയോ ചെന്ന് പത്രങ്ങളും വീക്കിലികളും എല്ലാം ശേഖരിച്ച് അതിലുള്ള ലേഖനങ്ങളെല്ലാം എടുത്ത് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് വിശ്വഭാരതി സർവകലാശാലയെ സംബന്ധിക്കുന്ന സമഗ്രമായൊരു ലേഖനം എഴുതി പിറ്റേന്ന് നവംബർ 11 ഗുരുദേവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ഗുരുദേവൻ അത് വായിച്ചു. ഗുരുദേവൻ ഒരു കാര്യം കാണാതെ പഠിക്കാൻ, ഈ അനുഭവസ്ഥർ പറഞ്ഞ പല സംഭവത്തിൽ ഏറ്റവും ബാലാപ്പണിക്കർ സാറാണ് പറഞ്ഞത്, ഗുരുദേവൻ ഒരു ശ്ലോകമോ ഒരു പാരഗ്രാഫോ എന്തെങ്കിലും വായിച്ചറിയണമെങ്കിൽ എടുത്തിങ്ങനെ ഒന്ന് നോക്കും. കുറച്ചു നേരം കണ്ണതിൽ തറച്ചിരിക്കും, പിന്നെ അതങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോഴേ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിരിക്കും. വളരെ വേഗം ഗ്രഹിക്കുന്ന സ്വഭാവം ഗുരുദേവനുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് കളയും. ആ ലേഖനമെല്ലാം വായിച്ചിട്ട് സ്വാമി സത്യവ്രതന്റെ കയ്യിൽ മടക്കി കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും യോഗം പ്രവർത്തകരും നേതാക്കളും അടങ്ങിയ ഒരു സംഘം ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഗുരുദേവൻ്റെ അടുത്തേക്ക് വരികയാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തൊരു മഹാത്ഭുതമാണ് ഇതൊക്കെ ചിന്തിച്ചാൽ. അവര് വന്നിട്ട് ആശാനാണ് സംസാരിക്കുന്നത്. ഗുരുദേവനോട് പറഞ്ഞു, സ്വാമി, ടാഗോർ സിലോൺ സന്ദർശിച്ചതിന് ശേഷം കവടിയാർ കൊട്ടാരത്തിൽ വരുന്നുണ്ട്, ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ. അപ്പോഴാണ് സ്വാമി സത്യവ്രതൻ കിലുകില വിറച്ചു പോയത്. ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന സമയത്ത് ടാഗോറിൻ്റെ സർവകലാശാലയെക്കുറിച്ച് അഭിപ്രായം എഴുതി വായിച്ചത് എന്തിനാണെന്ന് സ്വാമി സത്യവ്രതൻ അപ്പോഴാണ് മനസ്സിലായത്. തൊട്ടടുത്ത ദിവസം 4-ാമത്തെ ദിവസം ടാഗോർ അവിടെ വരിക. 4 ദിവസം കഴിയുമ്പോൾ 15-ാം തീയതി ടാഗോർ വരുന്ന അവിടെ. ടാഗോർ വരുമ്പോൾ ടാഗോർ ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വഭാരതി സർവകലാശാലയ്ക്കുള്ള സാമ്പത്തിക സംഭരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതിനെക്കുറിച്ച് അറിയുകയും സമ്മതിക്കുകയും വേണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടാകണം. അതിനാ ഗുരുദേവൻ എഴുതി പഠിച്ചത്. ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗുരുദേവൻ ഹീ സോ പ്രാക്ടിക്കൽ, എല്ലാ കാര്യത്തിലും പ്രായോഗികതയാണ്. നമ്മുടെ മുമ്പിലെങ്ങാനും വന്ന് ടാഗോർ വരുന്നു ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാം? ആ ക്ഷണിക്കേ, കൊള്ളാം, നല്ല കാര്യം, ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ. പക്ഷേ ഗുരുദേവൻ ഉടനെ ചോദിച്ചത് അങ്ങനെയല്ല. ടാഗോറിനെ സ്വീകരിക്കണമെങ്കിൽ നല്ല ഒരുക്കം വേണം. ടാഗോർ വരുന്ന സാമ്പത്തിക സംഭരണത്തിലാണ്. അവൻ നല്ലൊരു സംഭാവനയും കൊടുക്കണം. അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടോ? അതാണ് ചോദിച്ചത്. ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ആരെന്നറിയോ? കൂടെ നിന്ന സന്യാസി ശിഷ്യന്മാരാരുമല്ല, മറ്റു യോഗം പ്രവർത്തകരുമല്ല. 16 വയസ്സ് മുതൽ ഞാൻ ഗുരുദേവനെ പറ്റി പഠിക്കുന്നു. സാധാരണ പഠനമല്ല. എവിടെയെല്ലാം ഏതെല്ലാം ഗ്രന്ഥങ്ങൾ കിട്ടുമോ, എവിടെയെല്ലാം ആചാര്യന്മാരുണ്ടോ, ആരെല്ലാം ഗുരുദേവനുമായി അടുത്ത് പെരുമാറിയിട്ടുണ്ടോ, അവരോടെല്ലാം തേടി പിടിച്ച് കിട്ടുന്ന അറിവുകൾ രേഖപ്പെടുത്തി വെച്ച് ഒറ്റയ്ക്കിരുന്നു ചിന്തിച്ചതിൻ്റെ ആഴം അനുഭവിച്ചറിഞ്ഞാണ് ഞാൻ ഗുരുദേവനെ പറ്റി സംസാരിക്കുന്നത്. അതായത് ബ്ലൈൻഡ് ആൻഡ് ബ്ലാങ്ക് ആയിട്ടല്ല. ഈ പഠനത്തിലൂടെ, പതിറ്റാണ്ടുകൾ നീണ്ട ഈ പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, ഗുരുദേവനെ ശരിക്കും ആവാഹിച്ചറിഞ്ഞത് സന്യാസി ശിഷ്യന്മാരല്ല,
സ്വാമി സത്യവ്രതനോ സ്വാമി ബോധാനന്ദയോ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവരാരുമല്ല, ഗുരുദേവനെ അക്ഷരാർത്ഥത്തിൽ ആവാഹിച്ചറിഞ്ഞത് വിശ്വമഹാകവി കുമാരനാശാനാണ്. ആശാൻ അറിഞ്ഞതുപോലെ ഗുരുദേവനെ മറ്റാരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് പെരിയ സ്വാമി ആയപ്പോൾ ഇത് ചിന്നസ്വാമി ആയത്. അത് യോഗം പ്രസിഡന്റ് ഗുരുദേവനായപ്പോൾ സെക്രട്ടറി ആയത് ചുമ്മാതൊന്നുമല്ല. ആശാനാണ് ഗുരുദേവനെ ശരിക്കും അറിഞ്ഞത്. അതുകൊണ്ട് ആ കൂടി നിന്ന ജനങ്ങളിൽ സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞത് കുമാരനാശാനാണ്. ഇവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ സമ്പത്തിനൊരു പ്രയാസവും വരില്ല. ഇവിടുന്ന് കൂടെ ഉണ്ടാകണം, ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. 2 പ്രാവശ്യം ഞാൻ ബാബുക്കര വന്നപ്പോൾ താഴെ നിന്നാണ് പ്രസംഗിച്ച്. ഇപ്പം 3ാമത് വന്നപ്പം മുകളിലോട്ട് മാറി. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും, ഇനിയും ഉണ്ടാകും, പലതും ഉണ്ടാകും. അവിടുന്ന് കൂടെ വേണം. അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ള ചിന്ത മനുഷ്യരിൽ വേണം. ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അതാണ് ആശാൻ കൊടുത്ത മറുപടി. ചുരുക്കി പറഞ്ഞാൽ പൈസ ഉണ്ടായി, ടാഗോർ ആദ്യം വരില്ല എന്ന് പറഞ്ഞു, മഴയായി, ഒക്കെ മാറി, എല്ലാം കഴിഞ്ഞേ അവസാനം ടാഗോർ വന്നു. ചുരുക്കാണ് ആവശ്യം, നമുക്കതിൻ്റെ കണ്ടന്റ് മാത്രം എടുത്താൽ മതി. ടാഗോർ വന്നിട്ട് മടങ്ങിപ്പോകപ്പോൾ ശിവഗിരിയിലെ വിസിറ്റേഴ്സ് ഡയറിയിൽ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചിട്ട് പോയി. കൂമ്പാരമായി കുന്നുകൂടി കിടന്ന വിസിറ്റേഴ്സ് ഡയറി എല്ലാം തേടിപ്പോയതും ഇത് കണ്ടെടുത്തതുമായ സംഭവങ്ങളൊക്കെ ധാരാളം ഇപ്പം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി വെച്ചിട്ടുണ്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ കാലഘട്ടത്തിലാണ് എന്താണ് ടാഗോർ എഴുതിയതെന്ന് തേടി പിടിച്ചു പോയത്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വർഷം തിരിച്ചെല്ലാം അടുക്കി ശ്രീനാരായണ ഗുരുദേവന് ശേഷം ഗുരുദേവന്റെ ദർശനങ്ങളും ശിവഗിരിയുടെ മാഹാത്മ്യവും വിശ്വമെമ്പാടും പരത്തിയതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വാമി ശാശ്വതീകാനന്ദയാണ്. പലപ്പോഴും സമുദായം മറന്നുപോയി. ഓർക്കുന്നെങ്കിൽ ജൂലൈ 1-ാം തീയതി ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും നടത്തുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആഴമേറിയ അറിവുള്ള ശരിയായ സന്യാസിയായിരുന്നു ശാശ്വതീകാനന്ദ. ഗുരുദേവനെ ഉൾക്കൊണ്ട് പഠിച്ച ആളാണ്. അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ട്. ശാശ്വതീകാനന്ദൻ്റെ കണ്ടെത്തലാണ് വെള്ളാപ്പള്ളി നടേശനെ ജനറൽ സെക്രട്ടറി ആക്കിയത്. അദ്ദേഹം നിർബന്ധിച്ചാണ് ആക്കിയത്. പിന്നുണ്ടായ മാറ്റമൊന്നും ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹമാണ് ടാഗോർ എഴുതിയ ലേഖനം എനിക്ക് എടുത്തു തന്നത്. ടാഗോർ എന്താ എഴുതി വച്ചിരിക്കുന്നത്? വിശ്വഗുരുവാണോ? ഗുരുദേവൻ വിശ്വഗുരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന അതാണ്. ലോകത്തെ പഠിപ്പിക്കുകയാണ് ഗുരുദേവൻ പലതും. ആ ദർശനങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ലോകത്തിൽ ഈ യുദ്ധങ്ങളും കെടുതികളും ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കുടുംബങ്ങൾ സമാധാനത്തിലായേനെ. രാഷ്ട്രീയ ചേരിതിരിവുകളും ജാതി സ്പർദ്ധയും ഒരിക്കലും ഉണ്ടാകില്ല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും അടിച്ചമർത്തലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഗുരുദേവന്റെ ദർശനങ്ങൾ ഒരു 10% അനുസരിച്ചെങ്കിൽ, കൂടുതലൊന്നും 10% അനുസരിച്ചാൽ മതി, മാറിപ്പോകും ലോകമാകെ. ടാഗോർ എഴുതിയത് ഇങ്ങനെയാണ്: I have been touring different parts of the world. During these travels, I have had great fortune to come into contact with several saints and rishis. ഋഷി എന്നുള്ളത് ടാഗോർ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ബ്രാക്കറ്റിൽ എഴുതി ഗ്രേറ്റ് സെയിൻസ്. എന്നിട്ട് ടാഗോർ എഴുതുന്നു, I have never come into contact with one who is spiritually greater than Swami Sri Narayana Guru of Malayalam. I shall never forget the radiant face illuminated by the effulgence of divine glory and those yogic eyes fixing their gaze on a remote point in a distant horizon. രവീന്ദ്രനാഥ് എഴുതി ഒപ്പിട്ട് 15/11/1922 എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ വിസിലുണ്ട്. ടാഗോർ എഴുതിയത് ഇംഗ്ലീഷാണ്. നമുക്കെല്ലാം അറിയപ്പം ഇംഗ്ലീഷ് അറിയാത്തൊരു മലയാളക്കരയിൽ കുറവാണ് അല്ലേ? മലയാളികൾക്ക് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനമാണ്. അവർക്കറിയാൻ വയ്യാത്ത ഭാഷ മലയാളം മാത്രമേ ഉള്ളൂ.
6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, 1 മലയാളിക്കും മലയാളമില്ല എന്ന് കുഞ്ഞുണ്ണി മാഷ്. ഇംഗ്ലീഷ് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് ഒരു വാക്ക് പറയാത്ത മലയാളികളേ ഇല്ല. ഇപ്പം മഴ പെയ്തപ്പോൾ പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിന്നിട്ടില്ലാത്ത വൃദ്ധജനങ്ങൾ പോലും പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ടെൻഷൻ. ടെൻഷൻ. ഇത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീടിനടുത്തുള്ള 90 വയസ്സുള്ളൊരു ഉമ്മാമായ പെരുന്നാളിൻ്റെ കാണാൻ കയറിപ്പോയി. ഉമ്മാമ്മ പറയാണ്, എൻ്റെ പൊന്ന് ഡാക്ടറെ മുടിഞ്ഞ ടെൻഷനാണ്. 90 വയസ്സിൽ ഇനി എന്തോ ടെൻഷനാ? അവർ സ്കൂള് കണ്ടിട്ട് പോലുമില്ല, അവരും പഠിച്ചു വച്ചിരിക്കുക ടെൻഷൻ. മുറി ഇംഗ്ലീഷ് പറയാത്തവർ ചുരുക്കമായിട്ട് വന്നിരിക്കുക. അങ്ങനെ അടൂർ ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് വടക്കൻ ജില്ലയിൽ മലബാറിൽ എവിടെയോ പ്രസംഗത്തിന് പോയി. മണ്ണടിയിലുള്ളവർ 75 വയസ്സുള്ള വല്യമ്മ ആശുപത്രി വന്നു. ഞാനവിടെ ഇല്ല, സന്ധിവേദനയും പനിയുമായിട്ടാണ് വന്നത്. അവിടെ ഉണ്ടായിരുന്ന എന്നെ കാണാഞ്ഞതുകൊണ്ട് ദേവരാജൻ ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം ഏതാണ്ട് മരുന്നെല്ലാം കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വന്ന വിവരമറിഞ്ഞ് വല്യമ്മ ആട്ടോ വിളിച്ച് പാഞ്ഞുകൊണ്ട് വരുന്നു. എന്നെ കണ്ട് കിതച്ചോണ്ട് ഇരുന്ന രോഗികളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് കയറി വന്ന് പറയാ, അയ്യോ സന്ധിവേദനയും പനിയുമായിട്ട് തേടി വന്നപ്പോൾ ഇവിടെ എങ്ങും ഇല്ല, ആളിവിടെ ഇല്ല. ഞാൻ ദേവരായൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് റൊമാൻറ്റിക് ഫീവറാണ്. 75 വയസ്സുള്ള തള്ളയ്ക്ക് റൊമാൻറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ പ്രണയജ്വരം. 75 വയസ്സുള്ള തള്ളയ്ക്ക് പ്രണയജ്വരം. എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ദേവരായൻ ഡോക്ടറെ ഞാൻ ഉടനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ പ്രായമുള്ള ഇവരോട് എന്തൊരു തമാശയാണ് പറഞ്ഞ, റൊമാൻറ്റിക് ഫീവറോ അങ്ങനെ പറയാൻ കൊള്ളാവോ? അപ്പോൾ ദേവരായൻ ഡോക്ടർ എൻ്റെ അടുത്ത് രോഗിയുടെ പേരും വിവരങ്ങളെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു, അയ്യോ റൊമാൻറ്റിക് ഫീവർ എന്നല്ല, ഞാൻ പറഞ്ഞത് റുമാറ്റിക് ഫീവർ എന്നാ. റുമാറ്റിക് ഫീവർ വല്യമ്മ കേട്ട് വെച്ചിരിക്കുന്നത്. വല്യമ്മ ഈ റൊമാൻറ്റിക് എന്നുള്ള വാക്കാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. റൊമാൻറ്റിക് ഇങ്ങനെ മുറി ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ടാഗോറിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ചില വാക്കുകളൊക്കെ പിടികിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് അറിയാവുന്നവരുണ്ട്, ഞാൻ മലയാളത്തിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ പറയാം. എന്താ ടാഗോർ എഴുതിയത്? ഐ ഹാവ് ബീൻ ടൂറിങ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഡ്യൂറിങ് ദീസ് ട്രാവൽസ്, ഈ യാത്രയ്ക്കിടയിൽ ഐ ഹാവ് ഹാഡ് ഗ്രേറ്റ് ഫോർച്യൂൺ, എനിക്ക് വലിയ ഭാഗ്യമുണ്ടായി. എന്താ ഭാഗ്യം? ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സെവറൽ സെയിൻസ് ആൻഡ് ഋഷീസ്. ഒരുപാട് സിദ്ധന്മാരെ, സന്യാസിമാരെ, ആത്മീയ ആചാര്യന്മാരെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അതിൽ ചില ഋഷിമാരും ഉണ്ടായിരുന്നു. ഋഷി എന്നുള്ളത് ടാഗോർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഗ്രേറ്റ് സെയിൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. മഹാസന്യാസിമാരെയും എൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ ഞാൻ കണ്ടു. ഇന്ത്യയിലല്ല, ലോകത്തെമ്പാടും കണ്ടു. ടാഗോർ എഴുതുന്നു, ഐ ഹാവ് നെവർ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വൺ ഹു ഈസ് സ്പിരിച്വലി ഗ്രേറ്റർ ദാൻ സ്വാമി ശ്രീനാരായണ ഗുരു ഓഫ് മലയാളം. അന്ന് കേരളം ഉണ്ടായിട്ടില്ല. ഈ ലോകമെമ്പാടും ഒരുപാട് ആത്മീയ ആചാര്യന്മാരെ ഞാൻ കണ്ടെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയ ആചാര്യന്മാരിൽ അവരിൽ ഒരാൾ പോലും ആത്മീയ വിഷയത്തിൽ ശ്രീനാരായണ ഗുരുദേവന് സമാനമായിട്ടില്ല. ടാഗോർ ബ്രാഹ്മണനാണ്, നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മണനാണ്, മലയാളിയല്ല, ഈ സമുദായത്തിൽ ജനിച്ച ആളുമല്ല. നോർത്ത് ഇന്ത്യനായ ഉയർന്ന ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ടാഗോർ പറയുന്നു, ലോകമെമ്പാടും സഞ്ചരിച്ച് ഒരുപാട് സന്യാസിമാരെയും ഋഷിമാരെയും ഞാൻ കണ്ടെങ്കിലും ഗുരുദേവനെ പോലെ ആത്മീയമായി ഉയർന്ന ഒരു വ്യക്തിയെയും ഞാൻ ലോകത്തെവിടെയും കണ്ടില്ല. വീണ്ടും ടാഗോർ എഴുതുന്നു, ഐ ഷാലാണ് പ്രയോഗിച്ചത്, ഒരിക്കലും ഒരിക്കലും മറക്കില്ല എന്ന്. ഐ ഷാൽ നെവർ ഫോർഗെറ്റ്. ഗുരുദേവന്റെ ആ മുഖം, ആ ചൈതന്യം ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ ഷാൽ നെവർ ഫോർഗെറ്റ് ദ റേഡിയന്റ് ഫേസ്. റേഡിയന്റ് ഫേസ് എന്നാണ് ടാഗോർ വിശേഷിപ്പിച്ചത്. എന്താ റേഡിയന്റ് എന്ന് പറഞ്ഞാൽ? സ്വയം പ്രകാശിക്കുന്നതാണ് റേഡിയന്റ്. ലൈറ്റ് അടിക്കുമ്പം പ്രകാശിക്കുന്നതല്ല, സ്വയം പ്രകാശം പരത്തുന്നതാണ് റേഡിയന്റ് എന്ന് പറഞ്ഞാൽ. സ്വയം പ്രകാശം പരത്തുന്ന ലോഹമാണ് റേഡിയം. പഴയ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ സൂചിയിൽ റേഡിയം പിടിപ്പിച്ച
വാച്ച് കൊണ്ടുവരും. അത് രാത്രിയിലും കാണാം. നമ്മുടെ വല്യമ്മമാർ പറയും അവൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഇറിഡിയമുള്ള വാച്ചും കൊണ്ടാണ് വന്നതെന്ന്. റേഡിയത്തിന് അവർ പറയുന്നത് ഇറിഡിയം. എനിക്കൊരു കൂട്ടുകാരൻ കൊണ്ട് തന്ന് അങ്ങനത്തെ ഒരു വാച്ച്. രാത്രിയിൽ അവിടെ ഇട്ടേക്കും. വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു, അതിൻ്റെ ജോലി രാത്രി ഇത് വന്ന് മാന്തുക. ഈ വിളങ്ങുന്ന കണ്ടപ്പോൾ ജൈവിയാന്നും പറയാം, അത് മാന്തുമായിരുന്നു. അതാ. അപ്പം റേഡിയം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ഒന്ന്. ഈ ചെങ്ങന്നൂർ ഭാഗത്ത് എവിടെയോ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ റേഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞെടുത്ത് വലിയ ഇല്ലേ ഒരു പുരാവസ്തുവിൻ്റെ ഒരു വഴക്കം സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പൊ റേഡിയന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റേഡിയം പോലെ സ്വയം പ്രകാശിക്കുന്ന ഗുരുദേവന്റെ മുഖം, റേഡിയന്റ് ഫേസ്. അതെങ്ങനെ അത് പ്രകാശിക്കാൻ എന്താ കാര്യം? എഫൽഗന്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി, ദൈവിക ചൈതന്യത്തിന്റെ, ദൈവിക പ്രഭാവത്തിന്റെ അസാധാരണമായ പ്രകാശമുള്ള ആ മുഖം ഐ ഷൽ നെവർ ഫോർഗെറ്റ്. വിശ്വത്ത പലതും പഠിപ്പിച്ച നൊബേൽ സമ്മാനം കിട്ടിയ ടാഗോറാണ് എഴുതിയിരിക്കുന്നത്. 1913 ടാഗോറിന് നൊബേൽ കിട്ടി. അത് കഴിഞ്ഞ് 13 കിട്ടി, 22 വരുന്നത് ഗുരുദേവനെ കാണാൻ. 15 വർഷം കഴിഞ്ഞു അല്ലേ? 13 പോയിട്ട് 22, 7 വർഷം അല്ലേ? അല്ല 9 വർഷം, സോറി 9 വർഷം. 9 വർഷം നൊബേൽ സമ്മാനം കിട്ടി 9 കൊല്ലം കഴിഞ്ഞാണ് ഗുരുദേവനെ കാണാൻ വരുന്നത്. അപ്പോഴാണ് ടാഗോർ എഴുതുന്നത്, ലോകമൊട്ടാകെ സഞ്ചരിച്ചെങ്കിലും ഇത്ര ആത്മീയ ചൈതന്യവും പ്രകാശമുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആ സ്വയം പ്രകാശിക്കുന്ന മുഖം മറക്കുകയില്ല. ഇതാണ് ഭാനുമതി അമ്മ പറഞ്ഞത്, ചുവപ്പ് രാശിയിലുള്ള വെള്ള നിറം. വല്ലാത്ത പ്രകാശമായിരുന്നു എന്ന്. അയ്യോ, ഈയിടെ സ്വാമി ഋതംബരാനന്ദ ഒരു വേദി സ്വാഗതം പറഞ്ഞപ്പം പറഞ്ഞു, ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്താണ് ബഷീർ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ ഇവിടെ ശിവഗിരി വന്ന് സന്യാസിയായി പറയുണ്ടായി. അത്ര ശോഭയായിരുന്നു. വീണ്ടും ടാഗോർ പറയുന്നു, ദോസ് യോഗിക് ഐസ്, ഗുരുദേവന്റെ യോഗ നേത്രങ്ങൾ, ഫിക്സിംഗ് ദയർ ഗേസ്. കൃഷ്ണമണി എന്നല്ല ടാഗോർ എഴുതിയത്, ഗുരുദേവന്റെ കണ്ണിന്റെ കൃഷ്ണമണി എന്നല്ല, പ്യൂപ്പിളം എന്നല്ല, ഗേസ്, GAZD എന്ന് പറഞ്ഞാൽ തീഷ്ണപ്രകാശം എന്ന അർത്ഥം. കൃഷ്ണമണി എന്നല്ല, ഗുരുദേവന്റെ കണ്ണിന്റെ തീഷ്ണപ്രകാശം. ഫിക്സിംഗ് ദയർ ഗേസ് ഓൺ എ റിമോട്ട് പോയിന്റ് ഇൻ എ ഡിസ്റ്റന്റ് ഹൊറിസൺ. അനന്തതയിൽ എവിടെയോ തറച്ചു നിൽക്കുന്ന ഗുരുദേവന്റെ കണ്ണിന്റെ തീഷ്ണപ്രകാശവും ഞാൻ ഒരിക്കലും മറക്കില്ല. ലോകം അംഗീകരിക്കുന്നു വിശ്വഗുരുവിനെ. തീർന്നില്ല. ടാഗോർ മാത്രമല്ല, നേരത്തെ പറഞ്ഞവരാരുമല്ല, ഈഴവ സമുദായത്തിൽ ജനിച്ചവരെക്കാൾ കൂടുതൽ ഗുരുദേവനെ പറ്റി പഠിച്ചത് മറ്റു സമുദായങ്ങളിൽ ജനിച്ചവരാണ്. അതെന്തുകൊണ്ടാണ്? അപാരമായ വ്യക്തിപ്രഭാവത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഗരിമയാണത്. നൽകിയ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വിപ്ലവത്തിന്റെ ബാക്കിപത്രമാണ്. ഇതര സമുദായത്തിലുള്ളവർ ഇത്ര ആവേശത്തോടെ പഠിക്കാൻ ഇടയായതിൻ്റെ കാരണം അറിയുമോ? ഗുരുദേവന്റെ കൃതികൾ 67. 4 കൃതികളിൽ തർക്കമുണ്ട്. ഗുരുദേവന്റെ കാലശേഷം ശിഷ്യന്മാർ എഴുതിയതാണെന്ന്. 64 തർക്കമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല. 67 ഗുരുദേവന്റെ കൃതികൾ തന്നെയാണ്. ഇനി ശിഷ്യന്മാർ എഴുതിയതാണെങ്കിലും ഗുരുദേവൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അവരെഴുതിയത്. അപ്പൊ ഗുരുദേവനെ ശിഷ്യന്മാരെ തൂലികയിലൂടെ വന്നു. 67 കൃതികൾ. ആ ഗുരുദേവ കൃതികളുടെ സമഗ്ര പഠനം. ചെറിയ കൃതികൾ, ഓരോ പല പല കൃതികളെ പലരും വ്യാഖ്യാനിച്ച പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. പിണ്ടനന്ദിയെ പറ്റി എഴുതിയവരുണ്ട്, ദൈവദശകത്തെപ്പറ്റി എഴുതിയവരുണ്ട്, ആത്മോപദേശ ശതകം വ്യാഖ്യാനിച്ചവരുണ്ട്, ഓരോരോ പുസ്തകങ്ങളായിട്ട് ഓരോരോ കൃതികളായി വ്യാഖ്യാനിച്ചവരുണ്ട്, ചിജ്ജട ചിന്തനം വ്യാഖ്യാനിച്ച പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ ഗുരുദേവന്റെ എല്ലാ കൃതികളും സമഗ്രമായി പഠിച്ച് ബ്രഹ്മാണ്ഡമായ 10 വാല്യമായി ഒരു കൃതി എഴുതിയത് ഈ സമുദായത്തിൽ ജനിച്ച ആളല്ല. ഏറ്റവും സമഗ്രമായ ഗുരുദേവ പഠനം, ഗുരുദേവ കൃതികൾ മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ട്. 10 വോളിയം
ആ 10 വോളിയവും ബ്രഹ്മാണ്ഡമായ വോളിയം എഴുതിയത് ഡോക്ടർ ജി ബാലകൃഷ്ണൻ നായരാണ്. ബാലകൃഷ്ണൻ നായരാണ്, മറക്കണ്ട. മന്നത്താചാര്യൻ, ഞാൻ ആചാര്യൻ എന്നേ അദ്ദേഹത്തെ പറയാറുള്ളൂ. ഒരു സ്ഥലത്ത് പോലും എൻ്റെ പ്രഭാഷണത്തിലോ മാതൃഭൂമി കലാകൗമുദിയിലൊക്കെ എഴുതിയ ലേഖനങ്ങളിലോ ഒരു സ്ഥലത്ത് പോലും മന്നത്താചാര്യൻ്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല. കാര്യം ഞാൻ ആചാര്യ സ്ഥാനത്ത് ആ മനുഷ്യനെ കാണുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ജനിച്ചതൊരു നമ്പൂതിരി ഇല്ലത്താണ്, മന്നത്ത് ഇല്ലം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു. ആ മന്നത്ത് ഇല്ലം ഏറെ വിശാലതയുള്ള പറമ്പായിരുന്നു. അവിടെ പണിയെടുക്കുന്ന പുലയ സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ്. അതിലെ പ്രധാനിയായിരുന്നു അഴകപ്പുലയൻ. ജാതി മതഭേദം കൽപ്പിച്ചുകൊണ്ട്, അവർണ സവർണ ഭേദം കൽപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യകുലത്തിനെ അടിച്ചമർത്തപ്പെട്ട കാലഘട്ടത്തിൽ അഴകപ്പുലയനെ മന്നത്താചാര്യൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് വിളിച്ച് വീടിന്റെ ഉള്ളിൽ കയറ്റി. അന്നുവരെ അഴകപ്പുലയുടെ മുറ്റത്തെ കുഴി കുഴിച്ചതിൽ വാഴയിലയോ വട്ടയിലയോ വെച്ച് കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അഴകപ്പുലയനെ അടുക്കളയിൽ കയറ്റി അമ്മ പാർവതി അമ്മയെ കൊണ്ട് മന്നത്താചാര്യന് അത്താഴം കഴിക്കുന്ന പാത്രത്തിൽ അത്താഴം വിളമ്പി അടുക്കളയിൽ ഇരുത്തി, ആ മന്നത്താചാര്യൻ ഇരിക്കുന്ന തടുക്കിലിരുത്തി കഞ്ഞി കുടിച്ചിട്ട് ആ പാത്രം, അഴകപ്പുലയൻ കഴിച്ച പാത്രം, അമ്മ പാർവതി അമ്മയെ കൊണ്ട് കഴുകി വെപ്പിച്ച പരിഷ്കാരിയാണ് മന്നത്താചാര്യൻ. ഞാൻ ഈ മനുഷ്യനെ ആചാര്യൻ എന്നല്ലാതെ എന്ത് വിളിക്കണം? ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷമാണ് ആദ്യമായി, അന്ന് ഹരിജനമെന്ന് അവൻ ഇപ്പം അങ്ങനെ പറഞ്ഞുകൂടാ, ഹരിജനങ്ങൾക്ക് ആദ്യം പ്രവേശനം കൊടുത്തത് എൻ്റെ നാടിനടുത്തുള്ള കൊട്ടാരക്കരയിലെ തൃക്കണ്ണമംഗലം ക്ഷേത്രത്തിലാണ് ആദ്യമായി ഗാന്ധിജി വന്ന് ഹരിജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. അതിനും എത്രയോ കാലത്തിനപ്പുറം ഇന്ന് NSSന്റെ ആസ്ഥാനം നിൽക്കുന്നതിൻ്റെ പിറകുവശത്തൊരു ചുടുകാടായിരുന്നു. മന്നത്താചാര്യൻ്റെ ജീവിതകഥ, ആത്മകഥയിൽ അദ്ദേഹം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ചുടുകാട് പരിഷ്കരിച്ചൊരു ഭദ്രകാളി ക്ഷേത്രമാക്കി. ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ആദ്യം പ്രവേശിപ്പിച്ചത് നമ്പൂതിരിമാരെ അല്ല, പ്രതിഷ്ഠ കഴിഞ്ഞ് വരിവരിയായി കുറവ സമുദായത്തിലും പുലയ സമുദായത്തിലുള്ള ആൾക്കാരെ ആദ്യമായി ക്ഷേത്രപ്രവേശനം കേരളത്തിൽ നടത്തിയത് മന്നത്താചാര്യനാണ്. ഇത് രണ്ടുമല്ല, കുറെ കൂടെ അദ്ദേഹത്തെ എനിക്ക് ബഹുമാനം തോന്നിയ വലിയൊരു കാര്യം, ക്ഷേത്രപ്രവേശന വിളംബരം രാജാവിനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഒരു പദയാത്ര നടത്തി മന്നത്താചാര്യൻ. നടന്നാ പോയത്. ഇന്നത്തെ പദയാത്ര എന്ന് പറഞ്ഞാൽ അയ്യോ, ചില പാർട്ടികൾ പദയാത്ര നടത്തും. നേതാവ് വണ്ടിയിലിരുന്ന, ജീപ്പിലും കാറിലും ഇരുന്ന ആ പദയാത്ര, പാവപ്പെട്ടം പുറകെ ലോളെന്ന് അവൻ നടന്നോണം, അതാണ് പദയാത്ര. മന്നത്താചാര്യൻ നടന്നു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. അങ്ങനെ ശംഖും മുഖത്ത് വലിയ ജനക്കൂട്ടം വിളിച്ചുകൂട്ടി. ആ ഒരു സമ്മേളനമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് രാജാവിനെ നയിച്ചതിൻ്റെ ഒരു ഘടകം അതാണ്. പലതുകൊണ്ട് ഒന്ന് അതാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹവും കാര്യങ്ങൾ പലതുകൊണ്ട്. ആ യാത്രയിൽ അവിടെയാണ് മന്നത്താചാര്യനോട് എനിക്ക് വലിയ ബഹുമാനം തോന്നിയത്. ആ യാത്ര നേരെ പോകേണ്ടിയിരുന്നത് കൊട്ടാരക്കര വഴി ചെന്ന് പാരിപ്പള്ളിയിൽ ഇറങ്ങി കല്ലമ്പലം വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട യാത്ര. പാരിപ്പള്ളി ചെന്നപ്പം മന്നത്താചാര്യൻ പടിഞ്ഞാറോട്ട് നയിച്ചു, വലത്തോട്ട്. എവിടോട്ടാ കൊണ്ടുപോയത്? ശിവഗിരിയിലേക്ക്. ഗുരുദേവനെ സന്ദർശിക്കാൻ മന്നത്താചാര്യൻ പദയാത്രയും കൊണ്ട് ശിവഗിരി ചെന്നു. അന്ന് വരെ മന്നത്താചാര്യന്റെ പേരിന്റെ അവസാനം ജാതിയുടെ വാല് ഉണ്ടായിരുന്നു. ശിവഗിരി വെച്ചാണ് വാല് മുറിച്ചത്. ഞാൻ ഈ മനുഷ്യനെ ആചാര്യൻ തണ്ടേ വിളിക്കേണ്ടത്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞാൽ പലർക്കും ക്ഷീണമാണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. അതും കഴിഞ്ഞു. അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്ത ഒരു സമുദായത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ, NSS കെട്ടിപ്പടുക്കാൻ ഒരുപാട് പരിശ്രമം ചെയ്തു. ഉൽപ്പന്ന പിരിവ് നടത്തി. രാവിലെ കൈവണ്ടിയും കൊണ്ടിറങ്ങും. കൈവണ്ടിക്കകത്ത് കപ്പയോ മാങ്ങയോ ചേനയോ കിട്ടുന്നതെല്ലാം കൂടെ വലിച്ചുകൊണ്ട് വന്ന് ചങ്ങനാശ്ശേരി ചന്തയെ കൊണ്ടത് ലേലം ചെയ്ത് ചില്ലറ പൈസ സംഘടിപ്പിക്കും. ഉൽപ്പന്ന പിരിവിന് വേണ്ടി NSSന്റെ പിൽക്കാലത്തെ ഉൽപ്പന്ന പിരിവ് ഇറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനാഗാനമുണ്ടായിരുന്നു. പന്തളം KP ആണ് അത് എഴുതിയത്. ആ പ്രാർത്ഥനാഗാനം
NSSന്റെ ഉൽപ്പന്ന പിരിവ്, കാച്ചിലും ചേനയും ചേമ്പും പിരിക്കാനുള്ള യാത്രയ്ക്കുണ്ടാക്കിയ പ്രാർത്ഥനാ ഗാനം ആണ്. പക്ഷെ ആ ഗാനം കർണികയാ മറിഞ്ഞ് 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 എല്ലാ സ്കൂളുകളിലും എത്തി, എല്ലാ പാഠശാലകളിലും എത്തി. അങ്ങനെ ഒരുപാട് പാഠശാലകളിൽ, സ്കൂളുകളിൽ രാവിലത്തെ പ്രാർത്ഥന NSSന്റെ ഉൽപ്പന്ന പിരിവിൻ്റെ പ്രാർത്ഥനയായി മാറി. ആ പ്രാർത്ഥന നമ്മളൊക്കെ പാടിയ പ്രാർത്ഥനയാണ്. പക്ഷേ പന്തളം KP എഴുതിയതാണെന്നോ ഉൽപ്പന്ന പിരിവിൻ്റെ ഗാനമാണെന്നോ അധികമാർക്കും അറിയില്ല. കുറച്ച് പേർക്കറിയാം, അധികമാർക്കും അറിയില്ല. ഒരു തല പാടുമ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക് പറയുമ്പോൾ എല്ലാവർക്കും പിടികിട്ടും. നമ്മളൊക്കെ സ്കൂളിൽ പാടിയതാ. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രം ഇണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം. എൻ്റെ കൂടെ മുന്നിലിരുന്ന പ്രായമുള്ളവരൊക്കെ ഏറ്റുപാടി, നിങ്ങളുടെ എല്ലാം ചുണ്ടനങ്ങി. പുതിയ തലമുറയിൽ ആരും പാടിയില്ല, കാരണം അവർക്ക് അറിയത്തില്ല. ഇപ്പം അങ്ങനത്തെ പ്രാർത്ഥനയൊന്നുമില്ല, അതെല്ലാം അസ്തമിച്ചു പോയി. ഇപ്പോഴെന്താണ് പ്രഭാത പ്രാർത്ഥന? ഫാദർ വി താങ്ക് ദീ ഫോർ ദ ലൈറ്റ് ആൻഡ് ഫോർ ദ പ്ലസന്റ് മോർണിംഗ് ലൈറ്റ്. ശ്വാസം പിടിച്ചാണ് പാടുന്നത്. എൻ്റെ അമ്മോ, ആദ്യം പാടിയ മലയാളത്തിൻ്റെ പ്രാർത്ഥനാ ഗാനത്തിൻ്റെ സൗകുമാര്യം ഈ ഫാദർ വി താങ്ക് ദീ കൊണ്ടോ. ചെറുക്കൻ രാവിലെ ശ്വാസം പിടിച്ച് പാടുമ്പോൾ ചിലപ്പോൾ അറിയാതെ കക്കൂസി പോകും. ആ പാട്ടാണ് ഫാദർ വി താങ്ക് ദീ, അല്ലേ? ചന്തമേറിയ ഭൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരധാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയാൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. അത് പാടുന്ന കുട്ടിയുടെ മനസ്സിൽ പ്രകൃതിയും ദൈവവും എല്ലാം തറഞ്ഞു കയറൂലേ. അങ്ങനെ ഉൽപ്പന്ന പിരിവെടുത്ത് NSS കെട്ടിപ്പടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് ഈ നായർ സമുദായത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി 1914 ഏപ്രിൽ മാസത്തിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു വലിയ സമ്മേളനം മന്നത്താചാര്യൻ വിളിച്ചുകൂട്ടി. ആദ്യമായിട്ടാണ് നായർ സമുദായത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നത്. 1914 ഏപ്രിലിലാണ്, തിരുനക്കര മൈതാനിയിലാണ് സമ്മേളനം ഒരുമിച്ച് കൂട്ടിയത്. അത് ഉദ്ഘാടനം ചെയ്യാൻ ഭാരതകേസരി പട്ടം കിട്ടിയിരിക്കുന്ന മന്നത്താചാര്യൻ പോയി. രാജാവിനെ വിളിച്ചില്ല, വിളിച്ചാ വന്നേനെ. അന്നത്തെ ബ്രിട്ടീഷിലെ വൈസ്രോയെ വിളിച്ചാ വന്നേനെ. ഇംഗ്ലണ്ടുകാരെ വൈസ്രോയെ മന്നം വിളിച്ചാൽ വന്നേനെ. വൈസ്രോയെ വിളിച്ചില്ല, ദിവാനെ വിളിച്ചില്ല. പിന്നെ ആരാണ് ആദ്യത്തെ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മന്നത്താചാര്യൻ കൂട്ടിക്കൊണ്ടുവന്നത്? ആരെയാണെന്നറിയോ? 1914 ഏപ്രിൽ തിരുനക്കര മൈതാനിലെ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മന്നത്താചാര്യൻ കൊണ്ടുവന്നത് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെയാണ്. ഗുരുദേവനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 1914 ഏപ്രിൽ മാസത്തിൽ തിരുനക്കര മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ നായർ സമ്മേളനമാണ് 1914 ഒക്ടോബറിൽ NSS ആയി പരിണമിച്ചത്. ഉദ്ഘാടനം ചെയ്ത ഗുരുദേവനെ കൊണ്ടാണ്. ചുമ്മാതാന്നോ ഞാൻ മന്നത്ത് ആചാര്യനെന്ന് വിളിക്കുന്നത്? അർത്ഥമില്ലാതല്ല, കാര്യം വെച്ചിട്ട് തന്നെയാണ്. 2 പ്രാവശ്യം ഗുരുദേവനെ പോയി സന്ദർശിച്ചു. പിന്നെയും ഗുരുദേവനെ കണ്ടിട്ടുണ്ട് വഴിയിൽ കാറിൽ വെച്ച്. ആ കാറിൽ ഗുരുദേവൻ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് മന്നത്താചാര്യനെ. പക്ഷെ ഒരിക്കൽ പോലും ചട്ടമ്പി സ്വാമി തിരുവടികളെ മന്നത്താചാര്യൻ സന്ദർശിക്കാൻ പോയിട്ടില്ല. അത് മനഃപൂർവ്വമല്ല, അവഗണന കൊണ്ടല്ല. ചട്ടമ്പി സ്വാമി തിരുവടികൾ എവിടെയും
അടങ്ങിയിരിക്കാറില്ല. ചരേതി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കണ്ടുപിടിക്കാൻ പാടാണ്. എന്തുകൊണ്ടോ തമ്മിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകമൊട്ടാകെ ഗുരുദേവ ദർശനം ഇപ്പം ഞാനിങ്ങനെ പാടിയും പറഞ്ഞും നടക്കുക. ഞാൻ ജനിച്ചത് ഈ സമുദായത്തിലാണോ? അല്ല. പക്ഷേ ഞാൻ SNDP-കാരനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലനമാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുദേവനെ. ഒറ്റ സംഭവം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ദർശനങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ലളിതമെന്ന് നമുക്ക് തോന്നാം. അതിലേറ്റവും പ്രമുഖമായ ദർശനമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. നന്നാവോ? ഇനി നന്നാവോ? പാടാ അല്ലേ? വലിയ പാടാണ്. എൻ്റെ നാടിനടുത്ത് പുനലൂരിനും പത്തനാപുരത്തിനും ഇടയ്ക്ക് പിറവന്തൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അലിമുക്കെന്നും പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ഒരു പരമുച്ചേട്ടൻ അവിടെ പണ്ട് ചായക്കട നടത്തിയിരുന്നു, 80കളുടെ ആദ്യം. അവിടെ പുന്നല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തിരുന്നു, പിന്നെ സർക്കാരി കിട്ടുന്നതിന് മുമ്പ്. അപ്പം ഈ അലിമുക്കിൽ കൂടാ പോകുന്നത്. പരമുച്ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വീടിൻ്റെ ഭിത്തി, ബാക്കി 3 സൈഡിൽ ഓലമറയെല്ലാം കെട്ടി ഒരു ചരിപ്പിങ്ങനെ വെച്ച് പരമുച്ചേട്ടൻ ഒരു ചായക്കട നടത്തുന്നു. പരമുച്ചേട്ടൻ്റെ ചായക്കട ചെറുതാണ്, ഒരു പേട്ട് ചായക്കട, പക്ഷേ എപ്പോഴും അവിടെ ആൾത്തിരക്കാണ്. എന്താ കാര്യം എന്നറിയോ? പരമുച്ചേട്ടൻ പരമ ഗുരുദേവ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ കളങ്കമില്ല, ആരെയും വഞ്ചിക്കില്ല. സ്കൂളിൽ പഠിച്ചിട്ടില്ല. എന്തിനാ സ്കൂളിൽ പഠിക്കുന്നത്? ആ കടയുടെ ഭിത്തിയിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. 80കളിലെയൊക്കെ ചായക്കട നമ്മൾ ഓർത്ത് നോക്കിയാൽ ചായക്കടയിൽ എന്തെല്ലാം സൈസ് കലണ്ടർ കാണും. സിനിമാ നടിമാരുടെ, നടന്മാരുടെ പോസ്റ്ററുകളെ, കലണ്ടറുകളെ അതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് സിനിമാ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ ചായക്കട നിറയെ ഒട്ടിച്ചു വെച്ചിരിക്കും. പരമുച്ചേട്ടൻ്റെ കടയിൽ വേറെ ഒന്നുമില്ല, കലണ്ടർ പോലുമില്ല. ആ ഒറ്റ ഭിത്തിയുള്ളതിൽ ഗുരുദേവൻ്റെ ഒറ്റ വാക്യം. പിറവന്തൂർ ഗുരുദേവൻ പാദസ്പർശമേറ്റ സ്ഥലമാണ്. ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടുണ്ട് പരമുച്ചേട്ടൻ. മതമേതായാലും മനുഷ്യൻ നന്നായി. പരമുച്ചേട്ടൻ്റെ നിഷ്കളങ്കത പ്രകടമാക്കാൻ ഏതൊരു ഹോട്ടലിലും ചായ ഉണ്ടാക്കാൻ പാല് വച്ചിരിക്കുന്ന ഒരു കലത്തിലാണ്. പഴയ കാലത്തും ഇപ്പോഴും ഒരു കലത്തിലാണ്. പല വീടുകളിൽ നിന്ന് പാല് കൊണ്ടുവരും. എരുമപ്പാല്, ആടിൻ്റെ പാല്, പശുവും പാല്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒഴിച്ച് ഒരു കലത്തിൽ വെച്ച് തിളച്ച് അത് വെച്ചാണ് എല്ലാ കടയിലും ചായ തന്നിരുന്നത്. പരമുച്ചേട്ടൻ മാത്രം അങ്ങനെയല്ല. പാലൊഴിക്കാൻ 3-4 കലമുണ്ട്. ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ പരമുച്ചേട്ടൻ അറിയാം, ഇത് എരുമപ്പാലാണ്, ഇത് പശുവും പാലാണ്, ഇത് ആടിൻ പാലാണ്. സെപ്പറേറ്റ് കലത്തിൽ ഒഴിച്ചു വയ്ക്കും. ചായ തുടങ്ങുന്നത് പശുവും പാലിലാണ്. അത് തീർന്ന് എരുമപ്പാലിലേക്ക് മാറുമ്പോൾ പരമുച്ചേട്ടൻ പറയും, എരുമപ്പാലാന്നേ പറഞ്ഞിട്ടേ ചായ തരൂ. ഇങ്ങനെ ഏതെങ്കിലും ചായക്കടക്കാർ പറയും. അത്ര നിഷ്കളങ്കനാണ്. ഇത് ആടിൻ്റെ പാലാന്നേ, അതെല്ലാം തീർന്നാ പറയും, പൊടി കലക്കി വെച്ചിട്ടുണ്ട്, പാൽപ്പൊടിയുടെ ചായ വേണോ കട്ടൻ ചായ വേണോ. ഇത്ര പരമശുദ്ധനാണ് പരമുച്ചേട്ടൻ. പരമുച്ചേട്ടൻ നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കാൻ വയ്ക്കും. നെയ്യപ്പം ആദ്യകാലത്ത് നെയ്യിൽ തന്നെയാണ് പൊരിച്ചെടുത്തത്. അന്ന് പഴമക്കാർ പറയും, നെയ്യപ്പം തിന്നാൽ 2 പുണ്യം അല്ലേ? വിശപ്പും മാറും, ഈ നെയ്യ് കയ്യിൽ പരലുന്നുകൊണ്ട് ശരീരത്തിലൊക്കെ പുരട്ടുകയും ചെയ്യാം. നെയ്യപ്പം മാറി പിന്നെ വെളിച്ചെണ്ണയിലായി. അപ്പോൾ വെളിച്ചെണ്ണയപ്പമായി, എന്നാലും പേര് നെയ്യപ്പം എന്ന്. ഇപ്പം പാമോയിലാണ് ഉണ്ടാക്കുന്നത്. പാമോയിലപ്പമാണ്, പേര് നെയ്യപ്പം എന്നാണ്. നെയ്യും നെയ്യപ്പമായിട്ട് ഒരു ബന്ധവുമില്ല. പരമുച്ചേട്ടൻ നെയ്യപ്പം ഉണ്ടാക്കിയാൽ വെളിച്ചെണ്ണയായാലും പാമോയിലായാലും 5-6 കരണ്ടി നെയ്യ് അതിലൊഴിക്കും. എന്നിട്ട് പറയും, നെയ്യപ്പം എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ നെയ്യില്ലാതെ വിറ്റുകൂടാ, അത് ഗുരുദേവന്റെ ഗുരുനിന്ദയാണ്, പാപമാണെന്നും പറഞ്ഞ് നിന്ന് പ്രസംഗിക്കും. അത്ര പാപമാണ് പരമുച്ചേട്ടൻ. പരമുച്ചേട്ടൻ്റെ മക്കളെല്ലാം ഗൾഫിൽ പോയി ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ കടയൊന്ന് പരിഷ്കരിച്ചു. ഈ ഓലമറയെല്ലാം മാറ്റി 3 സൈഡിലും ഭിത്തി കെട്ടി തേച്ചു. ഇപ്പോൾ സൈഡിൽ എഴുതുന്ന ഈ വാക്യം ക്രോസ് ആയ ഭിത്തിയിൽ എഴുതി, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. മാത്തങ്ങ വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടിയിലിരുന്നാലും ഇപ്പം കാണാം. ഒറ്റ വാക്യമേ ഉള്ളൂ. അതിൽ മനുഷ്യൻ നന്നായാൽ മതി എന്നതിലെ നാ എന്ന അക്ഷരം മാത്രം വലിയ വലിപ്പത്തിൽ എഴുതി, മറ്റെല്ലാം സമമായ വലിപ്പത്തിൽ. പരമചേട്ടൻ പെയിന്ററെ കൊണ്ട് ചെയ്തു വെച്ചതാണ്. മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും മനുഷ്യൻ നന്നാ മാത്രം വലിയ
വലിപ്പത്തിലെ അക്ഷരമാക്കി, ബാക്കിയെല്ലാം സമമായ വലിപ്പത്തിൽ എഴുതി വെച്ചു. പരമുച്ചേട്ടനോട് ഞാൻ ചോദിച്ചു, പരമുച്ചേട്ടാ ഈ നാ മാത്രം ഇത്ര വലുതാക്കി എഴുതിയത് എന്താ? പരമുച്ചേട്ടനോട് ചോദിക്കും ഏതുവരെ പഠിച്ചെന്ന് ചോദിച്ചാൽ പറയും LP എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും ലോവർ പ്രൈമറി ആണെന്ന്. അല്ല, ലോകപരിചയം, വേറെ പഠനമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം പറയും. ഈ നാ മാത്രം വലിപ്പത്തിൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പരമുച്ചേട്ടൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. പൊന്നു ഡോക്ടറെ, ഇതിവിടെ ഞാൻ എഴുതി വെച്ചിട്ട് 15 കൊല്ലമായി. ഇത് വായിച്ചിട്ട് ഹിന്ദുവും പോയി, മുസ്ലിമും പോയി, ക്രിസ്ത്യാനിയും പോയി, ഒരുത്തനും നന്നായില്ല. എന്നാ പിന്നെ നാ എങ്കിലും നന്നായി കിടക്കട്ടെ, അതിനായി നാ വലുത്. ഞാൻ കടയിൽ നിന്നങ്ങ് കൈയടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ഓർത്തുപോയി. മനുഷ്യത്വം മരവിച്ചു പോയിക്കുന്നു. ഗുരുദേവൻ പഠിപ്പിച്ച ഒരു മതം, ഒരേ ഒരു മതം, മനുഷ്യാണാം മനുഷ്യത്വം മതം, ഗവാനാം ഗോത്വം യഥാ. പശുവിനെ പശുവായിരിക്കുക എന്ന മതം പോലെ മനുഷ്യനെ മനുഷ്യനായിരിക്കുക എന്നതാണ് മതമെന്ന് ഗുരുദേവൻ പഠിപ്പിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇന്ന് ലോകത്ത് നടക്കുന്ന കൂട്ടക്കുരുതിക്കും കൊലപാതകത്തിനും തീവ്രവാദത്തിനും വെടിവെപ്പിനും കാരണം മതമാണ്. പുൽവാമയിൽ ദേശാഭിമാനികളായ 4 പട്ടാളക്കാരെ തീവ്രവാദികൾ മനുഷ്യ ബോംബാക്കി പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോ ബോംബായി വന്നവനും മരിച്ചു, പടയാളികളും മരിച്ചു. എന്തിന്റെ പേരിൽ? മതത്തിന്റെ പേരിൽ. ഗസയിലെയും ഫലസ്തീനിലെയും ഇസ്രായേലിലെയും സംഘർഷന്റെ കാര്യം എന്താ? മതമാണ്. ജൂതരും മുസ്ലിങ്ങളും. ഇറാൻ ഏറ്റുപിടിച്ചിരിക്കുന്നു. ലോകമഹായുദ്ധത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് വിനാശവും ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം മതമാണ്. വിശ്വഗുരുവിന്റെ ദർശനം ലോകം പഠിക്കേണ്ട സമയമല്ലേ? വിശ്വഗുരുവല്ലേ പഠിപ്പിച്ചത്? മതത്തിന്റെ പേരിൽ കലാപമുണ്ടാകും. ലോകത്തിൽ മഹായുദ്ധങ്ങളിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ലക്ഷോപലക്ഷം മനുഷ്യർ മരിച്ചത് മതത്തിന്റെ പേരിലാണ്. 35,000-ത്തിലധികം ആളുകൾ ഗസയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ 13,000-ത്തോളം കുഞ്ഞുങ്ങളാണ്. അതാണ് വേദന. ദിവസങ്ങളോളം പട്ടിണി, കുടിക്കാൻ വെള്ളമില്ല, ദാഹജലം പോലുമില്ലാതെ കാത്തുകാത്തിരുന്നപ്പോ ഒരാശുപത്രിയുടെ മുറ്റത്തെ ആഹാരവും വെള്ളവും കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ തൊണ്ട വരണ്ട് കിടന്ന കുഞ്ഞുങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ബോംബ് ചിതറിയ കുഞ്ഞുങ്ങൾ ചിതറിപ്പോയത്. 2,000-ത്തിലധികം കുഞ്ഞുങ്ങൾക്ക് കാലില്ല, കൈയില്ല. ഇത് പത്രത്തിൽ ഇങ്ങനെ ഫോട്ടോ TV-യിലോ ഞാൻ കണ്ടിരിക്കില്ല, ഇനി കാണാനുള്ള കരുത്തില്ല. ഇത് കാണുമ്പോൾ വിശ്വഗുരുവിന്റെ ഒരു അരുൾ ഞാൻ ഓർക്കും. കൈശോരഭാവം ഈശ്വരീയമാണ്. ശിശുക്കളെ വേദനിപ്പിക്കരുത്, കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുത്. അത് ഈശ്വരൻ സഹിക്കില്ല. ഏത് മതത്തിലായാലും അവിടെ മതമല്ല, കുഞ്ഞുങ്ങളാണ്. നിഷ്ഠുരമായി എത്ര കുഞ്ഞുങ്ങളെ അമ്മമാർ കൊല്ലുന്നു, കാമുകൻ കൊല്ലുന്നു, തീവച്ച് നശിപ്പിക്കുന്നു, തലയടിച്ച് തറയിൽ പൊട്ടിച്ചു കൊല്ലുന്നു. കൈശോരഭാവം ഈശ്വരീയമാണ്. ശിശുക്കളെ വേദനിപ്പിക്കരുത്. വിശ്വഗുരുവിൻ്റെ അതിമനോഹരമായ ലോകത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വമാണത്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്കപ്പുറം സൊമാലിയയിൽ നിന്നും പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രവാസികളായി ഒരു ബോട്ടിൽ 50 പേര് കയറാവുന്ന ബോട്ടിൽ 250-ലധികം ആളുകൾ കമ്പിയിലും സൈഡിലും തൂങ്ങിക്കിടന്ന് ദിവസങ്ങളോളം കടലിലൂടെ പ്രാണരക്ഷാർത്ഥം അവർ പോകുമ്പോൾ ഒരമ്മ 3 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ബോട്ടിന്റെ സൈഡിൽ കമ്പി തൂങ്ങി നിൽക്കുക. 2 ദിവസമായി ഉറക്കമില്ല, വെള്ളമില്ല, ആഹാരമില്ല. തളർന്നു കുഴഞ്ഞപ്പോൾ റയാൻ എന്ന 3 വയസ്സുള്ള കുഞ്ഞ് കയ്യിൽ നിന്നും കടലിൽ വഴുതി വീണുപോയി. വിജനമായ കടപ്പുറത്ത് ചുവന്ന ടീഷർട്ടും കറുത്ത നിക്കറും ധരിച്ച് റയാൻ എന്ന കുഞ്ഞിന്റെ മൃതദേഹം കിടക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പരതി നമ്മളെല്ലാം കണ്ടു. അത് കാണുമ്പോൾ ഞാൻ 1000 വട്ടം മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൈശോരഭാവം ഈശ്വരീയമാണ്. ശിശുക്കളെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച വിശ്വഗുരുവിൻ്റെ ദർശനം മനുഷ്യർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ലോകം സമാധാനത്തിലായിപ്പോയി. ജാതിയുടെ പേരിൽ തമ്മിത്തൽ അവസാനിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു തീവ്രവാദവും ഉണ്ടാകില്ല, ഇവിടെ ഒരു ഭിന്ദ്രൻവാലയും ഉണ്ടാകില്ല, ഇവിടെ ഒരു അമേരിക്കൻ ടവറുകൾ നശിപ്പിക്കപ്പെടില്ല. എല്ലാം ജാതിയുടെ പേരിലാണ്.
ഏത് മതമാണ് തമ്മിത്തല്ലാനും ചോര ചിന്താനും പഠിപ്പിച്ചത്? അങ്ങനെ ഒരു മതങ്ങളും ഈ ഭൂമിയിൽ ഇല്ല. പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും സന്തോഷിക്കാനും മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാ മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിച്ചത്. അന്യന്റെ ചോര ചിന്തലാണ് മോക്ഷത്തിന്റെ മാർഗമെന്ന് പഠിപ്പിച്ച ഒരു മതങ്ങളും ഈ ഭൂമിയിൽ ഇല്ല. ശാശ്വതമായ സമാധാനമുണ്ടാകാൻ യഥാർത്ഥ മതങ്ങളുടെ മൂല്യം അനുസരിച്ച് മനുഷ്യർ ജീവിച്ചാൽ മതി. മനുഷ്യനാകാൻ പഠിപ്പിച്ച വിശ്വഗുരുവിൻ്റെ ദർശനം ലോകത്തിനെ ആ തത്വം ജാജ്വല്യമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ തത്വം ഒന്ന് ഏറ്റുപിടിച്ചിരുന്നെങ്കിൽ, ലോകം അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവദശകം 132 ഭാഷയിൽ തർജ്ജമ ചെയ്തു. ടാഗോറിൻ്റെ ഗീതാഞ്ജലി 62 ഭാഷയിലേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഗീതാഞ്ജലിക്കും അപ്പുറം പോയി ദൈവദശകം. ലോകം അത് പകർത്തിയാൽ പോരാ, അത് പല ഭാഷയിലേക്ക് പകർത്തിയാൽ പോരാ, പഠിക്കണം, ഉൾക്കൊള്ളണം. ലോകത്തെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ ദൈവദശകം അറബി ഭാഷയിൽ, ഇംഗ്ലീഷിൽ, ലാറ്റിനിൽ, റഷ്യൻ ഭാഷയിൽ 132 ഭാഷയിൽ അത് തർജ്ജമ ചെയ്യപ്പെട്ടത് ലോകത്തിലെ ഏക കാവ്യം ദൈവദശകം മാത്രമാണ്. അങ്ങനെ ലോകമെമ്പാടും ആ ദർശനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൃത്യം മണി 1, 11 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 11 തന്നെ ഞാൻ എത്തി. 1 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞാൽ 1 മണിക്ക് തന്നെ നിർത്തണം. ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണം, പല ജോലികളുണ്ട്, പല വ്യാപൃതമായി പോകേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ മൂന്നാമതും പാവൂക്കരയിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിനെ ക്ഷണിച്ച്, മാസങ്ങൾക്ക് മുമ്പേ ആദ്യം ഒരിക്കൽ ക്ഷണിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞതിൻ്റെ കൊറോണയ്ക്ക് മുമ്പം കണ്ട് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞ ഡേറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ വിളിച്ച് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോഴൊക്കെ ഇൻ്റർനാഷണൽ റോമിംഗ് ഉള്ളതുകൊണ്ട് വിളിച്ചാൽ കിട്ടുമായിരുന്നു. വിളിച്ചു പ്രസിഡൻറ്റ്, അപ്പോഴും ഒക്കെ വിളിച്ചു. 10-ാം തീയതി ഞാൻ നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. 11-ാം തീയതി വിളിച്ചു. വന്നോന്ന് ചോദിച്ചു. വന്നിട്ടുണ്ട്, എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എത്താൻ കഴിഞ്ഞു. അതിന് നിരന്തരം എന്നെ പിന്തുടർന്ന പ്രസിഡൻറ്റിനോടും ഭാരവാഹികളോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ച്, നിർനിമേഷമായി കെട്ടിരുന്ന എല്ലാ സഹോദരങ്ങളോടും, ഇരുന്നവരെല്ലാം ഇരിപ്പിരുന്നതല്ലാതെ ഒരാളും ചലിച്ചിട്ടില്ല. നിർനിമേഷമായി കേട്ടിരിക്കുന്ന നിങ്ങളാണ് എൻ്റെ ശക്തിയും സ്രോതസ്സും. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അടിയൻ്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അവിവേകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ സവിശേഷമായ പരിഗണനയ്ക്ക് സാദരം സമർപ്പിച്ച് ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി.